ആരാധന. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ വലിയ മഹത്വം ഹല്ലേലൂയ വെളിപ്പെടുത്തണേ ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ വലിയ ഹല്ലേലൂയ കരുണ കാണിക്കണേ ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിക്കുന്ന ഹല്ലേലൂയ കർത്താവെ, ഒരു ഹല്ലേലൂയ ഹൃദയത്തോടെ, ഒരു ഹല്ലേലൂയ മനസ്സോടെ, ഹല്ലേലൂയ ഒരേ ഹല്ലേലൂയ ആത്മാവോടെ ഹല്ലേലൂയ ഞങ്ങൾ ഹല്ലേലൂയ അങ്ങയുടെ ഹല്ലേലൂയ സന്നിധിയിലായിരിക്കുന്ന ഹല്ലേലൂയ കർത്താവെ, ഹല്ലേലൂയ സ്തുതിക്കുന്നു, ഹല്ലേലൂയ ആരാധിക്കുന്നു, ഹല്ലേലൂയ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹാലലുയ, ഹല്ലേലൂയ ഹാലലുയ, ഹല്ലേലൂയ ഹാലലുയ, ഹാലലുയ, ഹല്ലേലൂയ ഹാലലുയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ, ഹല്ലേലൂയ മഹത്വം, മഹത്വം, ഹല്ലേലൂയ മഹത്വം, ഹല്ലേലൂയ മഹത്വം, മഹത്വം ഹല്ലേലൂയ കർത്താവെ, ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ഈശോയെ. ഒരേ മനസ്സോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവെ, ഒരു ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവിന്റെ സന്നിധിയിൽ. നമുക്ക് ഒരിക്കൽ കൂടി കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ഈശോയുടെ വലിയ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കാം. നിങ്ങൾ എവിടെയായിരിക്കുന്നോ അവിടെ ദൈവത്തിന്റെ വലിയ ഒരു ഇടപെടൽ ഉണ്ടാകാൻ നമ്മുടെ ദൈവസന്നിധി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഈ സൂം പ്ലാറ്റ്ഫോമിൽ. പ്രിയപ്പെട്ടവരെ, നാം എവിടെയായിരിക്കുന്നോ അവിടെ ഇരുന്നു കൊണ്ട് ഈ കൂട്ടായ്മയോട് ചേർന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന അനേക ജീവിതങ്ങളുടെ പ്രാർത്ഥനകളോട്, സഹനങ്ങളോട്, വിശുദ്ധിയോടെല്ലാം ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവെ, എൻ്റെ വിശ്വാസക്കുറവ് എല്ലാം ഞാൻ നിന്റെ സന്നിധിയിലേക്ക് ചേർത്ത് വെക്കും നമുക്ക് പറയാം. ഒത്തിരി ത്യാഗങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവരുണ്ട്. നമുക്ക് എല്ലാവർക്കും ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ ഒരു വചനം, ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈശോ തന്ന വചനം ഇതാ. നമുക്കൊക്കെ അറിയാവുന്ന ഒരു വചനമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1-ാമത്തെ വചനമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഒരുപക്ഷെ ഞാനും നിങ്ങളും ഒക്കെ പലയാവർത്തി പല ഇടങ്ങളിൽ നിന്ന് കേട്ട് നമുക്ക് നന്നായി അറിയാവുന്ന ഒരു വചനമാണിത്. എന്നാൽ ഇന്ന് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് നിങ്ങൾ അണയുമ്പോൾ നിങ്ങൾ ആ വചനം ഒരിക്കൽ കൂടി കേൾക്കണം. കർത്താവ് നിങ്ങളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കൂട്ടായ്മയുടെ ചുറ്റുമിരിക്കാൻ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ചില ഭയപ്പെടുത്തുന്ന ചില ഓർമ്മകള്, ചില ചിന്തകള്, ചില ആകുലതകളൊക്കെയുണ്ട്. നിന്നോട് ഈശോ പറയുകയാണ്, ഞാൻ ഓൾറെഡി രക്ഷിച്ചിരിക്കുന്നു, ഞാൻ രക്ഷ തന്നിരിക്കുന്നു. പിന്നെ കർത്താവ് പറയുകയാണ്, മകനെ, മകളെ, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. കർത്താവിന്റെ മഹാകരുണയോർത്ത് നമുക്ക് നന്ദി പറയാം. മഹാകരുണയോർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയണം. ഇനി അടുത്ത നാളില് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ധ്യാന ശുശ്രൂഷയില് പങ്കെടുക്കുമ്പോൾ ദിവികാരുണ്യ കൗൺസിലിങ്ങിന്റെ സമയത്ത് ഒരു കുഞ്ഞ് വന്ന് മുട്ടുകുത്തി നിൽക്കുകയാണ്. ഇവൻ അവിടെ വന്ന് മുട്ടുകുത്തി നിൽക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളില് ഈശോ ഇങ്ങനെ പറയുകയാണ്, ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ എന്ന് പല ആവർത്തി ഈശോ പറയുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇവനോട് പറയാൻ ഈശോ ആഗ്രഹിക്കുന്നത് ഇമ്മാനുവേൽ എന്ന് പറയുന്ന ഈശോ നിന്റെ കൂടെയുണ്ട് എന്ന് പറയാനായിരിക്കാം. എന്നിട്ട് ഞാൻ അവന്റെ തോളിൽ പിടിച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞു, കുഞ്ഞെ, ഞാൻ നിന്നെ കണ്ടിട്ടില്ല, എനിക്ക് നിന്റെ പേരറിയില്ല, പക്ഷെ ഈശോ പറയുകയാണ് ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ എന്ന്. അവൻ എൻ്റെ നേരെ തിരിഞ്ഞ് കണ്ണ് ഇങ്ങനെ തെളിഞ്ഞു വിത്ത് നോക്കിയിട്ട് അവൻ പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ പേര് ചൊല്ലി നമ്മളെ വിളിക്കും, അതിന് യാതൊരു മാറ്റവും ഇല്ല. അത് വലിയൊരു സത്യമാണ്. അത് എത്ര പേര് ഈ കൂട്ടായ്മയിൽ ഉണ്ടെങ്കിലും ഈശോ ഞാനും നിങ്ങൾ എവിടെയായിരിക്കുന്നോ എന്നെയും നിങ്ങളെയും അവന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ഈശോയുണ്ട്. എത്രമാത്രം ഹൃദയഭാരം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിലും നിന്നെ ഈശോ പേര് ചൊല്ലി വിളിക്കും. എന്നിട്ട് കർത്താവ് അവകാശത്തോടെ പറയുകയാണ്, നീ എന്റേതാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കൂട്ടായ്മയിലിരിക്കുന്ന ഓരോ മക്കളോടും സ്വർഗം അവകാശത്തോടെ പറയുകയാണ്, നീ എന്റേതാണ്, യു ആർ മൈൻ. ഈശോയെ, അങ്ങ് സ്വന്തമായി രക്ഷിച്ചെടുത്തിരിക്കുന്ന, പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ഞങ്ങളെല്ലാവരും ഇത് അങ്ങയുടെ സന്നിധിയിലേക്ക് ജീവിതത്തെ ചേർത്ത് വെക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും, ഇന്ന് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നീ ഭാരപ്പെടുന്ന ചില അവസ്ഥകളിലൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ, കർത്താവ് നിന്നോട് പറയിക്കണം, അവയെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുക. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം, അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടേ ആ വചനം. കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം, ക്ഷണനേരം കൊണ്ട് അത് പൂവണിയുന്നു. ഒരു പക്ഷേ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, ഈശോയെ, എൻ്റെ ജീവിതത്തില് അവിടുന്ന് ഈ നിമിഷം, ഇന്ന് ഈ സമയത്ത് ഇടപെടണേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന പല മക്കളുണ്ട്. ഈശോയെ, ഈ വചനം അവരുടെ ജീവിതത്തിൽ മാംസം ധരിക്കട്ടെ. കർത്താവെ, അങ്ങ് ഞങ്ങളോട് ജെറമിയായിലൂടെ വചനം പറഞ്ഞ സകല മക്കളുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഉള്ളും ഉള്ളായ്മകളും ഹൃദയഭാരങ്ങളും അറിയുന്ന
ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ പക്കലേക്ക് 2 കരങ്ങളും ഉയർത്തി മനമുയർത്തി ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തില് ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഈശോ നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിക്കട്ടെ, എല്ലാ മക്കളുടെയും ഹൃദയം പ്രാർത്ഥിക്കട്ടെ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവെ, ഞങ്ങൾ ഒരു ഹൃദയത്തോടെ ഒരു മനസ്സോടെ കർത്താവെ ആരാധിക്കുന്ന കർത്താവെ സ്വരമുയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, നിന്റെ പരിശുദ്ധാത്മ ശക്തി, നിന്റെ വലിയ കൃപയുടെ നിറവ്, വിടുതലിന്റെ വലിയ ശക്തി, രക്ഷയുടെ വലിയ ശക്തി, പാപമോചനത്തിന്റെ വലിയ ശക്തിയെല്ലാം ഈ കൂട്ടായ്മയിലേക്ക് വ്യാപരിക്കട്ടെ. എല്ലാവിധ ഭാരങ്ങളും ആകുലതകളും ഉത്കണ്ഠകളും മാറിപ്പോകട്ടെ. ഈശോ, 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 ഈശോ. ആരാധന, കർത്താവേ, മഹത്വം, 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 മഹത്വം. ഈശോയെ നന്ദി, 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 നന്ദി. സ്തുതി, ആരാധന, ആരാധന, കർത്താവേ, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഈ കൂട്ടായ്മയിലേക്ക് നിന്റെ മക്കളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരിലേക്ക് ശക്തമായി വന്ന് ആവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരങ്ങളും ഉത്കണ്ഠകളും എല്ലാം മാറിപ്പോകട്ടെ, തകർച്ചകൾ മാറിപ്പോകട്ടെ. ഈശോയെ, ജോലി തടസ്സങ്ങൾ മാറട്ടെ കർത്താവേ. മനസ്സിന്റെ വലിയ സങ്കടങ്ങൾ മാറിപ്പോകട്ടെ. ഈശോ കൂടെയുണ്ടെന്നുള്ള വലിയ ബോധ്യം ഈ മക്കൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ സ്നേഹത്തോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കണ്ണുകളുടെ എല്ലാ മക്കളും ഉള്ളു തുറന്ന് പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിയുന്ന അഭിഷേകം, വിടുതലിന്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പാടാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എല്ലാ മക്കളിലേക്ക് നിറയണേ. വലിയ വെളിപ്പെടുത്തലുകൾ, വലിയ ജ്ഞാനശക്തി എല്ലാ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. ആത്മശക്തിയെ നിറവുണ്ടാവട്ടെ. എല്ലാ വ്യക്തികളിലേക്കും ആത്മജ്ഞാനത്തിന് നിറവുണ്ടാവട്ടെ. പെന്തക്കോസ്തുനാളിലെ ആ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. പെന്തക്കോസ്തുനാളിലെ ആ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങിവാ, കൊടുങ്കാറ്റു പോലെ വീശി എന്നിൽ വാ. അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങിവാ, കൊടുങ്കാറ്റു പോലെ വീശി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ. എല്ലാ മക്കളുടെയും ജീവിതങ്ങളിലേക്ക്, എല്ലാ കുടുംബങ്ങളിലേക്ക്, എല്ലാ ഭാരങ്ങളിലേക്ക്, ജോലിയില്ലാത്ത അവസ്ഥകളിലേക്ക്, കണ്ണുനീരുകളിലേക്ക്, മനോവേദന പൊഴിക്കുന്ന മക്കളിലേക്ക് കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എന്റെ ഉള്ളിൽ വാ. കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എന്റെ ഉള്ളിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. എല്ലാ
എല്ലാ മക്കളെയും ദൈവങ്ങളിലേക്ക് നിറയപ്പെടട്ടെ. ശക്തിയോടെ ഒരിക്കൽ കൂടി 2 കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഈ കൂട്ടായ്മയിലേക്ക്, ഈ മക്കളിലേക്ക്, ഈ കുടുംബങ്ങളിലേക്ക് എല്ലാം വന്ന് നിറയട്ടെ. ആത്മാവിന്റെ വലിയ നിറവുണ്ടാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്റെ പൊന്നു പരിശുദ്ധാത്മാവേ, രോഗങ്ങൾ സുഖമാക്കണേ പരിശുദ്ധാത്മാവേ, തകർച്ചകൾ ഏറ്റെടുക്കണേ പരിശുദ്ധാത്മാവേ, വലിയ വിടുതലുകൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, വലിയ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ കർത്താവേ, കുടുംബങ്ങളുടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ഈശോയെ. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്ന കുടുംബങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങി വരട്ടെ കർത്താവേ, തിരുത്തലുകൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളെ കാണുന്ന കർത്താവെ, വ്യക്തിപരമായി സമീപിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചിട്ട് ഈശോയോട് പറയണം, ഈശോയെ, വ്യക്തിപരമായി എന്നെ സമീപിക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തിപരമായ സാക്ഷ്യമാക്കി എന്നെ മാറ്റണേ കർത്താവേ. അത് കാണാൻ, അനുഭവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ശുശ്രൂഷ തുടങ്ങിയിട്ട് ഇന്ന് 2ാം വർഷം പൂർത്തിയാകുന്ന ദിവസമാണ്. 2022 ജൂലൈ മാസത്തിലാണ് നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിച്ചത്. ഇത് 2 വർഷം കർത്താവ് നമുക്ക് ബ്രേക്ക് ഇല്ലാതെ കൊണ്ടുപോകാൻ സഹായിച്ചു എന്നതിനോർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. കർത്താവ് പല ജീവിതങ്ങളെയും അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ള വലിയ ഉറപ്പ് തന്നെയാണ്. ഇനിയും ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിന് നിയോഗിച്ച കർത്താവ് പ്രവാചകശക്ത മീഡിയയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്ന ഒരു വചനം ഇങ്ങനെയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 8ാം അധ്യായം 17ഉം 18ഉം വചനങ്ങളാണ്. കർത്താവ് ഒരു ഉപദേശം പോലെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 8ാം അധ്യായം 17ഉം 18ഉം വചനങ്ങളിൽ പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു. വലിയൊരു വചനമാണ്, ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വചനമാണ്. ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു. കർത്താവിന്റെ വചനമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വചനം. ഈശോ പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു എന്നൊരു കാര്യം പറഞ്ഞു. ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. അപ്പോൾ ദൈവത്തെ കണ്ടെത്താനായിട്ട് ആര് ആഗ്രഹിക്കുന്നു? അതിനൊരു കണ്ടീഷൻ പറഞ്ഞിരിക്കുകയാണ്, ജാഗരൂകതയോടെ അന്വേഷിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ നമ്മളെല്ലാം ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടണം, ദൈവത്തെ അനുഭവിക്കണം, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണണം, വ്യക്തിപരമായ ദൈവത്തെ സ്വന്തമാക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈശോ നമ്മളോട് പറയുകയാണ്, ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ നമ്മളെ കണ്ടെത്തും. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു അനുഭവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. പെന്തക്കോസ്ത് ധ്യാനത്തിന്റെ താമസിച്ചുള്ള ധ്യാനത്തില് ഞാൻ എൻ്റെ എല്ലാ ധ്യാനങ്ങളിലും ഈശോ എനിക്കൊരു കൃപ തന്നിട്ടുണ്ട്. ഞാൻ ദിവ്യകാരുണ്യ കൗൺസിലിംഗ് ആണ് താമസിച്ചുള്ള ധ്യാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെയ്യാറ്. ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം അനേക ജീവിതങ്ങളിൽ നമ്മൾ പോലും ചിന്തിച്ചിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത അനേകം അത്ഭുതങ്ങൾ ഈശോടെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ആള് ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു വീഡിയോ സാക്ഷ്യം എനിക്ക് എഴുതി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അന്ന് രാവിലെ ധ്യാനത്തിന്റെ 2ാം ദിവസം രാവിലെ വിശുദ്ധ കുർബാനയുടെ മധ്യത്തില് അച്ഛൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. ദൈവം നമ്മുടെ പിതാവാണ്, നമ്മുടെ അപ്പനാണ് കർത്താവ്. ആ അപ്പനായ കർത്താവിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റണം. അത് അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഈശോയുടെ മകൻ അല്ലെങ്കിൽ മകളായി മാറാൻ പറ്റും. അങ്ങനെ അച്ഛൻ വിശുദ്ധ കുർബാനയുടെ മധ്യത്തിലുള്ള പ്രസംഗത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചപ്പോൾ ആ ചെറുപ്പത്തിലെ അപ്പൻ മരിച്ചുപോയ ഒരാൾ ആ കൂട്ടായ്മയിൽ ഇരിപ്പുണ്ട്. അപ്പം മരിച്ചുപോയി, ഇപ്പൊ ആൾക്ക് ഏറെ അധികം പ്രായമായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആ മനസ്സിന്റെ വേദന, അപ്പൊ കുഞ്ഞിലെ അപ്പം മരിച്ചു, ആ സങ്കടമൊന്നും
അല്ലെങ്കിൽ ആ അപ്പന്റെ സ്നേഹമൊന്നും അനുഭവിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ ഈ അച്ഛൻ പറയുന്നുണ്ടല്ലോ കർത്താവ് എൻ്റെ അപ്പനാണെന്ന്. എന്നാൽ എനിക്ക് എൻ്റെ കർത്താവ് എൻ്റെ അപ്പനാണെന്നൊരു ബോധ്യം എനിക്ക് തരണമെങ്കിൽ ഞാൻ ഇന്ന് ദിവികാരുണ്യ കൗൺസിലിങ്ങിന് ചെല്ലുമ്പോ ഈശോ എന്നോട് പറയണം, എന്നെ അപ്പന്റെ മടിയിൽ കിടത്തി എൻ്റെ തലയിൽ ഈശോ കൈ വിരൽ ഓടിക്കുന്നതായിട്ട് എനിക്കൊരു മെസ്സേജ് കിട്ടണം. അതാണ് ആ സ്ത്രീ ഈശോയുടെ മുമ്പില് കുർബാനയുടെ മധ്യത്തിൽ വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം. ഈശോട് പറയുകയാണ്, ഹൃദയം തുറന്ന് ഈശോട് പറയുകയാണ്, നീ എനിക്ക് അപ്പനാണെങ്കിൽ ഈ അപ്പന്റെ ലാളന എനിക്ക് അനുഭവിക്കാൻ പറ്റണം, അതെനിക്കൊരു സാക്ഷ്യമായിട്ട് മാറണം. അങ്ങനെ പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന, വിശുദ്ധ വികാരുണ്യ കൗൺസിലിങ്ങിൽ ഈ സ്ത്രീ വരികയാണ്. എനിക്ക് ഇവരെ അറിയത്തില്ല, എനിക്ക് ഇവരെ കുറിച്ച് ഇവരുടെ പഴയകാല ചരിത്രങ്ങളോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ആരോടും ഒരു പേരൊന്നും ചോദിക്കാൻ. അവര് വന്ന് ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ മുട്ടുകുത്തി ദിവ്യകാരുണ്യത്തിൽ ഇങ്ങനെ കൈപിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ആദ്യം ഈശോ എനിക്ക് തരുന്നൊരു മെസ്സേജ് ഇങ്ങനെയാണ്: നിങ്ങളെ ഈശോ മടിയിൽ കിടത്തി തലമുടിയിൽ കൈവിരലുകൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറയുകയാണ്. എനിക്കറിയില്ല, എനിക്ക് ഈശോ പറഞ്ഞു തരുന്നു, അത് പറയുകയാണ്. ആ സ്ത്രീ ഈശോയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഒരു സാക്ഷ്യം എനിക്ക് എഴുതി അയച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിക്ക് ദൈവം സ്വന്തമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് ദൈവം സ്വന്തമാകണം, കാരണം കർത്താവ് എന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ ഈ വചനത്തെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പറഞ്ഞത്. കർത്താവിന്റെ വചനം നിങ്ങളോട് ഞാൻ പറഞ്ഞു വെച്ചു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. യെശയ്യാ 43:1, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. അപ്പോൾ ഈശോ എനിക്ക് സ്വന്തമായി മാറുന്ന ഒരു അനുഭവം, അത് ഈ ലോകത്ത് മറ്റൊരാൾ പറഞ്ഞു തന്നതുകൊണ്ടായില്ല. ഇത് എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. നമ്മൾ ഈ ധ്യാനങ്ങളെല്ലാം നടത്തുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, നിനക്ക് ഈശോ സ്വന്തമാകുന്ന ഒരു കൃപയുടെ തലത്തിലേക്ക് നീ വളരണം. പകുതി വഴി വിട്ടുപോകുന്ന ഒരു കൃപയുടെ തലമല്ല, മറിച്ച് ആർക്കും വേർപ്പെടുത്താനാവും. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപ്പെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? അതെ, എന്തൊക്കെ സംഭവിച്ചാലും വേർപിരിക്കാനാവാത്ത ഒരു ബന്ധം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഈ കഴിഞ്ഞ ദിവസങ്ങൾ എനിക്കൊരു സാക്ഷ്യമല്ല, എനിക്ക് തോന്നുന്നത് മെയ് മാസം 16-ാം തീയതി വിദേശത്ത് നിന്ന് ഒരമ്മ എനിക്ക് വലിയൊരു മെസ്സേജ് ഇട്ടിരിക്കുക. സിസ്റ്ററെ, എൻ്റെ മോന് ഇത്ര വയസ്സായി, ഏകദേശം 29 വയസ്സായി. അവന് നന്നായിട്ട് പഠിക്കും, ഒരുപാട് പഠിക്കുന്ന നല്ല മിടുക്കനായ ഒരു കുട്ടി. അങ്ങനെ പഠിച്ച് അവൻ വലിയ ഒരു പൊസിഷനിലെത്തി. അവന് ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടി. അവൻ ഗവൺമെന്റ് ജോലി അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു ഉന്നത പൊസിഷനുണ്ട്. പക്ഷെ അവന് അമേരിക്കയിൽ പോയി വേറെ ഏതോ ജോലി ചെയ്യണമെന്നാണ് അവന്റെ ആഗ്രഹം. അതിനു വേണ്ടി അവൻ ആ പരീക്ഷയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ആ പരീക്ഷ അവൻ എഴുതിയത് 29 തവണ എഴുതി. പല പ്രാവശ്യം എഴുതാവുന്നൊരു പരീക്ഷയാണ്. ആ പരീക്ഷ 29 തവണ എഴുതിയിട്ടും അവൻ ഫെയിൽ ആയിരിക്കുകയാണ്. അപ്പോൾ ഈ പരീക്ഷയുടെ അടുത്ത റിസൾട്ട് വരുന്നതിന് മുമ്പ് അമ്മ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നതാണ്, ഞാൻ ഈ പറഞ്ഞ ഡേറ്റില്. എൻ്റെ കുഞ്ഞിന്റെ വിശ്വാസം ഇല്ല അവനിപ്പം, അവൻ പ്രാർത്ഥിക്കുന്നില്ല. അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഓരോ പരീക്ഷയും എഴുതിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്ററും എൻ്റെ കൊച്ച് പാസ്സാകാൻ പ്രാർത്ഥിക്കണം, അതാണ് എനിക്ക് റിക്വസ്റ്റ് വിട്ടിരിക്കുക. ഞാൻ ഉടനെ അവർക്ക് തിരിച്ച് മെസ്സേജ് ഇട്ടു, ഞാൻ പ്രാർത്ഥിക്കാം, ഈശോ അവന്റെ ജീവിതത്തിൽ ഇടപെടട്ടെ എന്നൊരു മെസ്സേജ് ഞാൻ അവനിട്ടു. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ലാസ്റ്റ് വീക്കിൽ എനിക്ക് അവരുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ 29ാമത്തെ തവണ അവൻ ഈ പരീക്ഷ എഴുതിയിട്ടും അവൻ പാസ്സായിട്ടില്ല, അവൻ ഫെയിൽ ആയിരിക്കുക. ഓക്കെ, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അതിന് താഴേക്ക് വലിയൊരു പാരഗ്രാഫില് ഈ ഒരു അമ്മ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, ഇനി ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കില്ല, ഇനി ഒരിക്കലും ഞാൻ ജപമാല എടുക്കില്ല, ദൈവമില്ല, ഡോണ്ട് ടെൽ അബൌട്ട് ടെസ്റ്റിമണീസ്. എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്ന മിറക്കിൾസിനെ കുറിച്ച്, ടെസ്റ്റിമണിയെ കുറിച്ച് ഒന്നും പറയരുത്, ഇതെല്ലാം ഫേക്കാണ്. അത്രയും നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീ, കൊച്ചിന് ജോലിയില്ലായ്മയല്ല, അവൻ ഈ നമ്മുടെ ഇന്ത്യയിലെ വലിയ ഗവൺമെന്റിൽ വലിയൊരു പൊസിഷനിൽ അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് അവന് ജോലിയുണ്ട്, എല്ലാം ഉണ്ടായിട്ടും അവൻ ദൈവം ചിലപ്പോൾ അവിടെ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവിടെ പോകാത്തതിന്റെ പേരിൽ അമ്മ വിശ്വാസം ഉപേക്ഷിച്ചിട്ട് എനിക്ക് ഉപദേശിച്ചിരിക്കുകയാണ്, സിസ്റ്റർ ഇനി ഒരിക്കലും ടെസ്റ്റ് മണികളെ കുറിച്ചൊന്നും സംസാരിക്കരുത്. ഞാൻ അനേകം കാര്യങ്ങൾ പല സ്ഥലത്തുനിന്ന് പലരിൽ നിന്ന് കേട്ടിട്ടുണ്ട്, പല ആളുകൾ ടോക്കുകൾ കേട്ട് ടെസ്റ്റ് മണികൾ, ഇനി അതൊന്നുമില്ല, ഫേക്കാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് നിങ്ങൾക്കും ഒക്കെ ഇപ്പം ചോദിക്കുമ്പോൾ പറയാൻ ഒത്തിരി ടെസ്റ്റ് മണികൾ ഉണ്ടാകും. പക്ഷേ ഈ ടെസ്റ്റ് മണികൾക്കപ്പുറത്ത് നിനക്ക് ഈശോ സ്വന്തമാകുന്നില്ലെങ്കിൽ
നിങ്ങൾ ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ, നിങ്ങൾ ഈ ധ്യാന വചനങ്ങൾ ഏറ്റുപറയുന്നത് കൊണ്ടോ നോ യൂസ് ആണ് പ്രിയപ്പെട്ടവരെ, നോ യൂസ് ആണ്. നമ്മളൊക്കെ നമുക്കിഷ്ടമുള്ള സ്വാതന്ത്ര്യം മാത്രം തേടി നമ്മൾ പോകുന്നുണ്ടെങ്കിൽ സ്വർഗം അതല്ല നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുക എന്ന് ഇന്ന് നിങ്ങളുടെ ഈ വചന ശുശ്രൂഷ ആരംഭത്തിൽ ഞാൻ പറയുകയാണ്. 2 വർഷത്തോളമായി ആദ്യ വെള്ളിയാഴ്ചകളില് നിങ്ങളോടൊപ്പം വചനം സംസാരിക്കുമ്പോൾ ഈശോ ഇന്ന് എൻ്റെ അധരങ്ങളിലൂടെ നിങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കളെ, ഒരിക്കലും വേർപിരിക്കാനാവാത്ത വിധത്തിൽ മനസ്സു മടുക്കാത്ത ഒരു ഈശോ അനുഭവം, ഈശോ സ്വന്തമാകുന്ന ഒരു അനുഭവം നിങ്ങൾ ഈശോയോട് ചോദിക്കണം. ഈശോയെ, അതാണ് എനിക്ക് വേണ്ടത്. അതിനപ്പുറം, കാരണം ഈശോ പറഞ്ഞു, നീ എന്റേതാണ്. നമ്മളെ ഈശോ സ്വന്തമാക്കിയിട്ടുണ്ട്. ഫിലിപ്പിയർ 3:12 വചനം പറയുന്നുണ്ട്, യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഈശോ സ്വന്തമാക്കി കഴിഞ്ഞു. പക്ഷേ ഞാൻ ഈശോയ്ക്ക് സ്വന്തമായി മാറിയോ? പ്രിയപ്പെട്ടവരെ, വലിയൊരു വെല്ലുവിളിയാണ് ഈ ലോകത്തില്, ഈ രാജ്യത്ത്, ഈ നാളുകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ വലിയൊരു വെല്ലുവിളിയാണ്, ഞാൻ ഈശോയുടെ സ്വന്തമായി മാറിയിട്ടുണ്ടോ എന്നുള്ളത്. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈശോ തരുന്ന ഈ സന്ദേശത്തെ നമുക്ക് ഏറ്റെടുക്കണം. കർത്താവെ, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും, എത്രമാത്രം രക്തസാക്ഷിത്വത്തിന്റെ വഴിയിലൂടെ ഞങ്ങൾ പോകേണ്ടി വന്നാലും, എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചു പോയാലും ഒരിക്കലും പിരിയാനാവാത്ത വലിയൊരു ബന്ധത്തിലേക്ക് നീ എന്നെ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ കൂട്ടായ്മയിൽ ഈ മക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഒരിക്കലും ആർക്കും വേർപിരിക്കാനാവാത്ത വലിയൊരു ഈശോ അനുഭവം കർത്താവെ ഞങ്ങൾക്ക് തരണം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പതറിപ്പോകാത്ത, ബ്രേക്ക് ചെയ്യാത്ത വലിയൊരു വിശ്വാസം ഈശോയെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തുതിക്കുന്നു. കർത്താവെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവേ, മഹത്വം, 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 മഹത്വം. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി. ഉള്ളുരുകി പ്രാർത്ഥിക്കണം. ഒരു വ്യക്തിപരമായ ഈശോ അനുഭവത്തിന് വേണ്ടി ഓരോരുത്തരും പ്രാർത്ഥിക്കും. ഈശോയെ, ഒരിക്കലും പിരിയാത്ത കർത്താവ്, ഇനി എൻ്റെ ജീവിതം എത്ര നാളുണ്ടെന്ന് എനിക്കറിയില്ല. ഓരോരുത്തരും ഈശോയോട് പറയും, ഈ ഭൂമിയിൽ ഞാൻ നിങ്ങളിൽ എത്ര നാളുണ്ടെന്ന് എനിക്കോ നിങ്ങൾക്കും അറിയില്ല. അവസാന നിമിഷം വരെ ഒരിക്കലും ഈശോയെ തള്ളിപ്പറയാത്ത വലിയൊരു വിശ്വാസം, ഈശോയെ ഒരിക്കലും തള്ളിപ്പറയാത്ത വലിയൊരു വിശ്വാസം നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവ്, നീ അത് എനിക്ക് തരണേ ഈശോയെ, അതെനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോയെ, എൻ്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഒരിക്കലും പിരിയാത്ത ഒരു ഈശോ അനുഭവം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. കാരണം ഞാൻ ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നും നമ്മുടെ ആരുടെയും കണക്കൂട്ടലുകൾ വഴി അല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു സത്യമാണ്. നമ്മളത് മനസ്സിലാക്കി ഈശോയെ മുറുകെ പിടിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. നമ്മുടെ കൈവെള്ളയിൽ ഒന്നും തന്നെ നിൽക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് പറയാൻ പറ്റൂ ഇത് എൻ്റെ കയ്യിൽ നിൽക്കുമെന്ന്, നിൽക്കില്ല. അത് വലിയൊരു സത്യമാണ്. അത് ആവർത്തിച്ച് പറയാൻ കാരണം ഓരോ ദിവസവും കേൾക്കുന്ന ജീവിതത്തിന്റെ വേദന നിറഞ്ഞ അനുഭവങ്ങളിൽ നിന്നാണ് നിങ്ങളോട് ഇത് സംസാരിക്കുന്നത്. അത് നിങ്ങളെ ഒരിക്കലും മനസ്സ് തളർത്താനല്ല, തളരാതിരിക്കാൻ ഈശോയെ മുറുകെ പിടിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ്. ഇവിടെ ഇന്ന് നിങ്ങളോട് വചനത്തിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തീം ഇതാണ്. നമുക്കറിയാം, ജൂലൈ മാസം ഈശോയുടെ തിരുരക്തത്തിന് സമർപ്പിക്കപ്പെട്ട മാസവും, ഈശോയുടെ തിരുരക്തത്തിന് പരിപൂർണമായിട്ട് സമർപ്പിക്കപ്പെട്ട മാസമാണ്. അപ്പോൾ ഈ തിരുരക്തത്തിന്റെ വലിയ പവറിനെ കുറിച്ച്, തിരുരക്തത്തിന്റെ 5 വലിയ ശക്തിയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഈശോ ഈ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തന്ന വലിയൊരു സന്ദേശം. അതുകൊണ്ട് ഈശോയുടെ തിരുരക്തത്തിന്റെ വലിയ പവറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ വചനം നമ്മളൊന്ന് ഏറ്റെടുക്കുകയാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായമാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുക.
രണ്ടാമത്തെ കുഴാട്ടിലാകട്ടെ പ്രധാന പുരോഹിതൻ മാത്രം തനിക്ക് വേണ്ടിയും ജനത്തിന്റെ തെറ്റുകൾക്ക് വേണ്ടിയും അർപ്പിക്കാനുള്ള രക്തവുമായി ആണ്ടിലൊരിക്കൽ പ്രവേശിക്കുന്നു. പഴയ നിയമത്തിന്റെ ബലിയെക്കുറിച്ചും പുതിയ നിയമത്തിന്റെ ബലിയെക്കുറിച്ചും ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന വചനഭാഗമാണ് ഹെബ്രായർക്കുള്ള ലേഖനം 9-ാം അധ്യായം. അപ്പോൾ പഴയ നിയമത്തിലെ ബലിയും രക്തം കൊണ്ടുള്ള ബലിയാണ്, പുതിയ നിയമത്തിന്റെ ബലിയും രക്തം കൊണ്ടുള്ള ബലിയാണ്. അപ്പൊ പഴയ നിയമത്തിലെ ബലിയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കാം. ഈ കാലഘട്ടത്തിന്റെ പ്രതീകമായ ആദ്യത്തെ കൂടാരം നിലനിൽക്കുന്നിടത്തോളം കാലം ശ്രീകോവിലേക്കുള്ള പാത തുറക്കപ്പെട്ടിട്ടില്ലെന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ വ്യക്തമാക്കുന്നു. അർപ്പിക്കപ്പെടുന്നവന്റെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളുമാണ് ഇപ്രകാരം സമർപ്പിക്കപ്പെടുന്നത്. നവീകരണ കാലം വരെ നിലവിലിരുന്ന ഭക്ഷണപാനീയങ്ങൾ, പലവിധ ക്ഷാളനങ്ങൾ എന്നിങ്ങനെ ശാരീരിക നിയമങ്ങളോട് മാത്രമേ അവയ്ക്ക് ബന്ധമുള്ളൂ. എന്നാൽ വരാനിരിക്കുന്ന നന്മകളെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. ഈശോ നമ്മുടെ സ്വന്തമാണ്. നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ അവതരിച്ച കർത്താവിനെ കുറിച്ച് വചനം പറഞ്ഞു വെക്കുകയാണ്. കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു. സ്വർഗീയ പറുദീസായിലേക്ക് പ്രവേശിക്കാൻ എന്നെയും നിങ്ങളെയും ധൈര്യപ്പെടുത്തിയ നമ്മുടെ ക്രിസ്തുവിന്റെ വലിയ ബലിയെക്കുറിച്ച് വചനം പറയുകയാണ്. അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം പറയുകയാണ്, എന്നെയും നിങ്ങളെയും ഈശോ വീണ്ടെടുത്തത് യേശു ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ കൊണ്ടാണെന്ന് വചനം പറഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ തിരുരക്തത്തിന് സമർപ്പിക്കപ്പെട്ട ഈ മാസത്തിൽ ഞാനും നിങ്ങൾ ഈശോയുടെ തിരുരക്തത്തോട് അസാധാരണമായ ഭക്തി പുലർത്തണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ആ തിരുരക്തത്തിന്റെ വലിയ സംരക്ഷണവും കൃപയും എല്ലാം നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റണം. അപ്പോൾ ഈ തിരുരക്തത്തിന്റെ നൊവേനയൊക്കെ ഒരുപക്ഷെ പലരും ചൊല്ലുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ഈശോയുടെ തിരുരക്തം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വചനമുണ്ട്. ഈശോയുടെ തിരുരക്തത്തെ കുറിച്ചുള്ള ഒരു വചനം യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. അത് കാരണം അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഗാധമായ ഒരു കൃപ തന്ന ഒരു വചനമാണ്. ആ വചനം നമ്മളൊന്ന് എടുക്കുകയാണ്. ഈ തിരുരക്തം നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കും, നമ്മളെ വാഷ് ചെയ്യും, വിശുദ്ധീകരിക്കും. ആ ഒരു വലിയ ചിന്തയാണ് നമ്മൾ ഈ വചനത്തിലൂടെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. വചനം ഇങ്ങനെ പറയുകയാണ്. യോഹന്നാൻ ശ്ലീഹയുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിന്റെ തിരുരക്തം, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിച്ചു. അപ്പൊ യേശുക്രിസ്തുവിന്റെ തിരുരക്തം ആദ്യം നമ്മളെ വാഷ് ചെയ്യുന്ന എല്ലാ പാപങ്ങളിൽ നിന്നും, നമ്മളെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന, അശുദ്ധിയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്ന വലിയൊരു തിരുരക്തമാണ് ഈശോയുടെ തിരുരക്തം. ഞാൻ ഒരിക്കലൊരു സ്ഥലത്ത് ധ്യാനത്തിന് പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഈശോ പറഞ്ഞു തന്നൊരു വചനമാണ്. പറഞ്ഞ വചനം ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കും. ഒരു പക്ഷെ നമ്മുടെ മനസ്സിലൊരു ചിന്ത വന്നു കഴിയുമ്പോൾ, ഒരു നെഗറ്റീവ് അസ്വസ്ഥതകൾ വന്നു കഴിയുമ്പോൾ, ചിലപ്പോൾ ഒരു പാപത്തിന്റെ ചിന്തയാണ് വന്നിരിക്കുന്നത്, പ്രലോഭനങ്ങൾ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഈ വചനം എടുത്തിട്ട് പ്രാർത്ഥിക്കും. യേശുക്രിസ്തു തിരുരക്തം എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും വിശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു അതിശയോക്തിയും പറയില്ല, ക്ലാസ് എടുക്കാൻ വേണ്ടി പറയുകയല്ല. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശുദ്ധീകരണം എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് യേശുക്രിസ്തു തിരുരക്തത്തോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ്. അപ്പോൾ യേശുക്രിസ്തു തിരുരക്തം എനിക്കും നിങ്ങൾക്കും തരുന്ന ഒന്നാമത്തെ കൃപ എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. ഈശോയുടെ തിരുരക്തത്തോട് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ, നിങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പാപത്തിന്റെ അശുദ്ധിയുടെ മേഖലകളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കണമേ എന്ന് ഈശോയുടെ തിരുരക്തത്തോട് പ്രാർത്ഥിക്കണം. യേശുക്രിസ്തുവിന്റെ തിരുരക്തം നമ്മളെ ശുദ്ധീകരിക്കും. കാരണം പുതിയ നിയമത്തിന്റെ ബലി തിരുരക്തത്തിന്റെ ബലിയാണ്. ആ തിരുരക്തമാണ് എന്നെയും നിങ്ങളെ ശുദ്ധീകരിക്കുക. അപ്പൊ നമുക്ക് കർത്താവിന്റെ തിരുരക്തത്തിന്റെ വലിയ പ്രത്യേകതകളുണ്ട്. യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തുവിന്റെ രക്തം, ആ തിരുരക്തം എന്തുകൊണ്ടാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്? ഈശോ ദൈവപുത്രനായതുകൊണ്ടാണ് അവിടുത്തെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നത്. മനുഷ്യനായി അവതരിച്ച ഈശോ ദൈവപുത്രനായതുകൊണ്ട് അവന്റെ മനുഷ്യ ശരീരത്തിന്റെ അസാധാരണ പവറുകൾ, അവന്റെ രക്തത്തിന്റെ അസാധാരണ പവറുകളാണ് എന്നെയും നിങ്ങളെ ശുദ്ധീകരിക്കുക. അപ്പോൾ ഞാനും നിങ്ങളും യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിൽ ശുദ്ധീകരിക്കപ്പെടാൻ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു. ഈ തിരുരക്തം നമുക്ക് തരുന്ന ഒന്നാമത്തെ സമ്മാനം നമ്മുടെ ജീവിതത്തിലെ അശുദ്ധിയിൽ നിന്നുള്ള വലിയൊരു മോചനം.
എന്തുകൊണ്ടാണ് യേശുവിന്റെ തിരുരക്തം എനിക്കും നിങ്ങൾക്കും അശുദ്ധിയിൽ നിന്നുള്ള മോചനത്തിന് കാരണമാകുമെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിന്റെ തിരുരക്തം യേശു ചിന്തിയത് വലിയൊരു സാക്രിഫൈസിലൂടെയാണ്, വലിയൊരു സഫറിങ്ങിലൂടെയാണ്, വലിയൊരു ത്യാഗത്തിലൂടെയാണ് ഈശോ തന്റെ തിരുരക്തം ഈ ഭൂമിയിലേക്ക് ഒഴുക്കിയത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈശോയുടെ തിരുരക്തത്തിന് ഇത്രയും വലിയ പ്രത്യേകതയുള്ളത്. ഈശോയുടെ തിരുരക്തം ഒഴുക്കപ്പെട്ടത് വലിയ സാക്രിഫൈസിലൂടെ, വലിയ സഹനത്തിലൂടെ, വലിയ മനോവേദനയിലൂടെയാണ് ആ തിരുരക്തം ഈ ഭൂമിയിലേക്ക് ഒഴുക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ആ തിരുരക്തത്തിന് നമ്മളെ വിശുദ്ധീകരിക്കാനുള്ള വലിയ കൃപയുള്ളത്. പ്രിയപ്പെട്ടവർ, അപ്പൊ നമ്മൾ ഇന്ന് ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകള്, പാപത്തിന്റെ ചിന്തകള്, അശുദ്ധികളൊക്കെ ചിലപ്പോൾ നമ്മളില്, നമ്മുടെ മക്കളിലൊക്കെ കടന്നു വന്നിട്ട് അത് മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ തിരുരക്തത്തോട് പ്രാർത്ഥിക്കും. ഈശോയുടെ തിരുരക്തമേ, പ്രലോഭനങ്ങളുടെ ചിന്തകളിൽ നിന്ന് എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ ഒക്കെ മാറ്റണം. തിരുരക്തത്തിന്റെ വലിയ വിശുദ്ധീകരണം, അശുദ്ധിയിൽ നിന്ന്, പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഞാൻ 5 പ്രധാനപ്പെട്ട തിരുരക്തത്തിന്റെ 5 പവറുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഓരോ വചനങ്ങളിലൂടെയും തിരുരക്തത്തിന്റെ പവർ നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ വിശുദ്ധീകരിക്കും. അപ്പൊ നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയുടെ തിരുരക്തമേ, എന്തെങ്കിലും അശുദ്ധി, പാപത്തിന്റെ മേഖലകളിൽ ഉണ്ടെങ്കിൽ 1 യോഹന്നാൻ 1:7 വചനത്തിന്റെ ശക്തി, ദൈവപുത്രനായ യേശുക്രിസ്തു തിരുരക്തം എല്ലാ പാപങ്ങളിൽ നിന്ന്, എല്ലാ അശുദ്ധിയിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കുന്നു എന്ന് വചനം പറഞ്ഞു. ദൈവപുത്രനായ യേശുക്രിസ്തു തിരുരക്തം എല്ലാ പാപങ്ങളിൽ നിന്ന്, എല്ലാ അശുദ്ധിയിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കുന്നു. ഏതെങ്കിലുമൊക്കെ പാപത്തിന്റെ കെട്ടുകള്, ദുശീലങ്ങള് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഈ നിമിഷം വലിയൊരു ശുദ്ധീകരണം തിരുരക്തം മുഴുവനായി നമുക്ക് കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവെ മഹത്വപ്പെടുത്തി. ഈശോ എല്ലാ അശുദ്ധിയും, എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. കർത്താവെ മഹത്വം, മഹത്വം. ഈ കൂട്ടായ്മയുടെ എല്ലാ മക്കളിലേക്കും വലിയ വിശുദ്ധീകരണം ഉണ്ടാവട്ടെ. ഈശോയുടെ തിരുരക്തത്തിന്റെ വലിയ വിശുദ്ധീകരണം എല്ലാ മക്കളിലേക്കും വ്യാപരിക്കട്ടെ, ശുദ്ധീകരിക്കപ്പെടട്ടെ. പാപത്തിന്റെ ചിന്തകള്, പാപത്തിന്റെ ചില ഓർമ്മകളൊക്കെ ഈശോയുടെ നാമത്തില് കർത്താവെ ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന്, ഞങ്ങളുടെ ചിന്തകളിൽ നിന്ന് മാറിപ്പോകുന്ന തിരുരക്തത്തിന്റെ വലിയ അഭിഷേകം ഈശോയെ അവിടുന്ന് തന്ന് അനുഗ്രഹിക്കണം. കർത്താവെ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവ് തിരുരക്തം നമ്മളിലേക്ക് വീഴപ്പെടട്ടെ. കണ്ണുകൾ അടച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. കുരിശിൻ ചുവട്ടിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വലിയ സാക്രിഫൈസിലൂടെ ചിന്തപ്പെട്ട തിരുരക്തം കർത്താവെ, ആ തിരുരക്തം ഞങ്ങളിലേക്ക് വീഴട്ടെ. കർത്താവെ, ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ മക്കളിലേക്ക് ആ തിരുരക്തം വീണിറങ്ങട്ടെ. കർത്താവെ, വലിയ ശുദ്ധീകരണം ഉണ്ടാവട്ടെ, വലിയ വിശുദ്ധീകരണം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവെ നന്ദി പറയുന്നു. ഈശോയെ ആരാധിക്കുന്ന കർത്താവെ സ്തുതിക്കും. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ പെട്ടെന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്നിലേക്ക് തന്ന ഒരു ചിന്ത, കർത്താവ് ഒരു വിഷൻ തരികയാണ്. അതായത് നമുക്കറിയാം, പാഷൻ ഓഫ് ക്രൈസ്റ്റില് ഈശോയാണെങ്കിൽ പീലാത്തോസിന്റെ അരമനയിൽ ഇങ്ങനെ അടിച്ചു തകർക്കപ്പെടുകയാണ്. അവന്റെ ശരീരം അടിച്ച് തകർക്കപ്പെട്ട രക്തത്തുള്ളികളും മാംസ കഷ്ണങ്ങളൊക്കെ ചെതറി വീണിട്ട് ഈശോ പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മ ഒരു തുണിയുമായി ചെല്ലുന്ന ഒരു രംഗമുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. ഒരു വെള്ള തുണിയുമായി പീലാത്തോസിന്റെ അരമനയിലേക്ക് ഓടി ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് നിലത്ത് ഒഴുകിക്കിടക്കുന്ന അവന്റെ രക്തം അമ്മ ഇങ്ങനെ തുണി കൊണ്ട് തൊട്ട് ഓരോ തുള്ളി രക്തവും അമ്മ ഇങ്ങനെ തുടച്ചെടുക്കുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ ചിത്രമാണ് ഇപ്പൊ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോ ഈശോ എന്റെ മനസ്സിലേക്ക് തന്നത്. പ്രിയപ്പെട്ടവരെ, തിരുക്കുമാരന്റെ തിരുരക്ത തുള്ളികൾ നഷ്ടപ്പെട്ടു പോകാതെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ചിന്തപ്പെട്ട തിരുരക്ത തുള്ളികൾ എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ട അമ്മ ഒരു തുള്ളി രക്തം പോലും നഷ്ടപ്പെട്ടു പോകരുത്, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ചിന്തപ്പെട്ട ആ വലിയ ബലിയുടെ രക്തമുണ്ടല്ലോ, അത് എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിക്കാനുള്ളതാ. അത് നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത്. നമ്മളെ, നമ്മുടെ മക്കളെയും വിശുദ്ധീകരിക്കണം. അതുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവെ, ഏതെങ്കിലുമൊക്കെ പാപത്തിന്റെ മേഖലകൾ ഇപ്പോഴും നമ്മളിൽ അടിമപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ, ചില ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ, ചില പ്രലോഭനങ്ങൾ നമ്മളിൽ ഇങ്ങനെ വീണ് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ കർത്താവെ ഞങ്ങളെ ശുദ്ധീകരിക്കേണ്ട കർത്താവെ, ഞങ്ങളെ വിശുദ്ധീകരിക്കേണ്ട കർത്താവെ, ഞങ്ങൾക്ക് ബലം തരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഈശോയുടെ തിരുരക്തം ഒന്നാമത് തരുന്ന കൃപ ഇതാണ്, വലിയ ശുദ്ധീകരണത്തിന്റെ
വലിയ വിശുദ്ധീകരണത്തിന്റെ, വലിയ വാഷിങ്ങിന്റെ കൃപയാണ് ഈശോ നമുക്ക് തരിക. നമ്മളെ വിശുദ്ധീകരിക്കുക. കർത്താവിന്റെ തിരുരക്തം നമുക്ക് തരുന്ന രണ്ടാമത്തെ വലിയൊരു കൃപയെന്ന് പറയുന്നത് വലിയ ഡെലിവറൻസ് ആണ് പ്രിയപ്പെട്ടവരെ. ഞാൻ ഈ വചനം ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്ന ഈ 5 കാര്യങ്ങൾ തിരുരക്തത്തിന്റെ അഭിഷേകമായി നമ്മളിലേക്ക് നിറയപ്പെടും. നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ടോണം. രണ്ടാമതായി ഈശോയുടെ തിരുരക്തം നമുക്ക് തരുന്ന വലിയ കൃപ എന്ന് പറയുന്നത് വലിയ ഡെലിവറൻസ് ആണ്, വലിയ പവറാണ്, അതോറിറ്റിയാണ്, ആധിപത്യമാണ്. ഈശോയുടെ തിരുരക്തം നമ്മുടെ മേല് വലിയ ആധിപത്യം സ്ഥാപിക്കണം. അതാണ് ഞാൻ ഇന്ന് പറഞ്ഞ ഒന്നാമത്തെ വചനം, നീ എന്റേതാണ്. അതായത് തിരുരക്തം കൊടുത്ത് ഈശോ നമ്മളെ വാങ്ങിയിരിക്കുകയാണ്. ഈശോ നമ്മളെ വാങ്ങിയിരിക്കുകയാണ്. എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് തിരുരക്തം കൊടുത്ത്. അപ്പോൾ ഈ തിരുരക്തത്തിന്റെ അധികാരത്തിലാണ് ഈശോ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. ഇപ്പൊ രക്തം ചിന്തിയാണ് ഈശോ മരിച്ചത്. അപ്പോൾ ഈശോയുടെ മരണത്തിലൂടെ ചിന്തപ്പെട്ട തിരുരക്തമാണ് എന്റെയും നിങ്ങളുടെയും വിലയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ തിരുരക്തം നഷ്ടപ്പെട്ടു പോകാതെ അമ്മ സൂക്ഷിച്ചതെന്നാണ് ഞാൻ ചിന്തിക്കുക. അതിന് വലിയ ദൈവശാസ്ത്ര വശങ്ങളൊന്നുമില്ല, പക്ഷേ അമ്മ അത് മുഴുവൻ തുടച്ചെടുക്കുന്ന ഒരു രംഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ തിരുരക്തം വലിയ അതോറിറ്റി, വലിയ ഡെലിവറൻസ് നമുക്ക് നൽകും. അതാണ് വെളിപാട് പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വചനം. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വചനം നമ്മളൊന്ന് എടുക്കുകയാണ്. അവിടെ വചനത്തിലൂടെ ഈ തിരുരക്തത്തിന്റെ വലിയ അതോറിറ്റിയെ കുറിച്ച്, ആ തിരുരക്തം നമ്മളെ വീണ്ടെടുത്തതിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. അവരാകട്ടെ, വിലയ്ക്ക് വാങ്ങപ്പെട്ട തിരുരക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരെ കുറിച്ച് പറയാം. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി, തിന്മയുടെ മേൽ, സാത്താന്റെ മേൽ വിജയം നേടി ജീവൻ നൽകാൻ പോലും അവർ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളെയും ജീവിതത്തിൽ കടന്നു വരുന്ന തിന്മയുടെ, സാത്താന്റെ ആധിപത്യങ്ങളിൽ നിന്ന് വിജയം നേടാൻ അതോറിറ്റി, ഡെലിവറൻസ്, പവർ നമുക്ക് നൽകുന്നത് യേശുവിന്റെ തിരുരക്തമാണ്. ഈശോയുടെ തിരുരക്തത്തിന്റെ വലിയ പവർ നമുക്കറിയാം. മിക്ക വചന ശുശ്രൂഷകൾ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഡെലിവറൻസ് പ്രെയർ ചൊല്ലിയിട്ട് വിശുദ്ധ ജലം തളിച്ച് വൈദികൻ ജനത്തെ ആശീർവദിക്കാറുണ്ട്, വിശുദ്ധീകരിക്കാറുണ്ട്. ആ സമയത്ത് ഈ വിശുദ്ധ ജലം തിരുരക്തമായി മാറി നമ്മളിലേക്ക്, ആ തിരുരക്തത്തിന്റെ പവറാണ് വിശുദ്ധ ജലത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വരിക. അപ്പോൾ നമ്മളില് വിശുദ്ധീകരണം നടക്കുകയാണ്. ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകുന്ന വലിയ കൃപ നമ്മൾ വചന ശുശ്രൂഷകളിൽ കാണാറുണ്ട്. അപ്പോൾ ഈ തിരുരക്തത്തിന്റെ വിലയാണ് ബന്ധനങ്ങളിൽ നിന്ന്, വിടുതലിൽ നിന്ന് നമുക്ക് കെട്ടുകളിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്നത് പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മൾ ഇന്ന് ഈശോയോട് പ്രാർത്ഥിക്കാൻ പോവാണ്. ഈശോയെ, ഈ തിരുരക്തത്തിന്റെ വലിയ വിടുതല് എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഈശോ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്, ഈശോ നമ്മളെ അവകാശമായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈശോ എവിടെയെങ്കിലും ഒക്കെ പാപം നമ്മളെ, സാത്താൻ നമ്മളെ, നമ്മുടെ കുടുംബത്തെ അടിമപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ വിടുവിക്കണമേ എന്ന് തിരുരക്തത്തോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോ നമ്മുടെ കുടുംബത്തിലേക്ക് വലിയ മാറ്റങ്ങൾ നൽകുക. പ്രിയപ്പെട്ടവരെ, അടുത്ത നാളിൽ ഒരു ഫാമിലി പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വന്നു. ഞാൻ അവരോട് 1/2 മണിക്കൂറേ തരുള്ളൂ എന്ന് പറഞ്ഞു, കാരണം ഞാൻ നല്ല തിരക്കായിരുന്നു. പക്ഷേ അവർ വന്നിട്ട് പോയത് ഒരു 3.5 മണിക്കൂറിലധികം അവർ സ്പെൻഡ് ചെയ്ത് ഇവിടെ. ഇപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഒത്തിരി തിരക്കുണ്ട്, പക്ഷെ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന എല്ലാം പറഞ്ഞു. പറ്റുന്നിടത്തോളം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സംസാരിച്ചു. പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. ഈ പെൺകുട്ടി ഭാര്യയും ഭർത്താവുമാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3 വർഷമേ ആയിട്ടുള്ളൂ. 3 വർഷത്തിനുള്ളിൽ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്ത് താമസിക്കുകയാണ്. അപ്പോൾ ഇവൻ എന്നോട് സംസാരിക്കാൻ വേണ്ടി ഇവൻ വരുന്ന വഴിയിൽ ഇവള് ഒരു കൂട്ടിനായിട്ട് നമുക്കൊരു ഔട്ടിങ് പോകാമെന്നും പറഞ്ഞ് ഇവളെ കൂട്ടിക്കൊണ്ട് വന്നാണ്. അപ്പോൾ ഇവളുടെ ജീവിതത്തില് ഇവള് വേറൊരാളുമായി ചെറിയ കൂട്ടിലാണ്, വേറൊരു ജാതിയിൽപ്പെട്ട വ്യക്തിയുമായിട്ട് കൂട്ടും സ്നേഹവും ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് ഇവളെ സംബന്ധിച്ചിടത്തോളം ഈ പാപം ഇവളെ ഇങ്ങനെ അടിമപ്പെടുത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് അവക്ക് പ്രാർത്ഥിക്കണമെന്നില്ല, പള്ളിയിൽ പോകണമെന്നില്ല. അവള് പറയാണ്, ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ പള്ളിയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് എൻ്റെ വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് അവൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ പാപം ഇവളെ ഇങ്ങനെ അടിമപ്പെടുത്തി വെച്ചിരിക്കുമ്പോ പെട്ടെന്ന് നമ്മൾ കുറെ നേരം സംസാരിച്ചത് കൊണ്ട് മാത്രം ഒരു വിടുതൽ അവിടെ സംഭവിക്കുന്നില്ല. ഒരു വിടുതൽ അവിടെ സംഭവിക്കില്ല. ഈശോയുടെ തിരുരക്തത്തിന്റെ വലിയൊരു ഡെലിവറൻസ് അവൾക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് അവിടെ ബോധ്യപ്പെടുകയാണ്. നമ്മൾ മണിക്കൂറുകൾ, ചിലപ്പോൾ പിറ്റേ ദിവസം നേരം വെളുക്കുന്നവർ ചെലവഴിച്ചേക്കാം, പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. കാരണം അവിടെ തിന്മ അവളെ ആധിപത്യപ്പെടുത്തിയിരിക്കുകയാണ്, തിന്മ അവളെ അടിമപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി അവൾ തിരിച്ചു വരണമെങ്കിൽ യേശുക്രിസ്തു തിരുരക്തം കൊണ്ട് അവൾ വിടുതൽ പ്രാപിക്കണം. ആ തിരുരക്തത്തിന്റെ വലിയ വിടുതൽ അവൾക്ക് ഉണ്ടാവണം. അപ്പൊ ഞാൻ ചില പ്രാർത്ഥനകളൊക്കെ അവൻ അയച്ചു കൊടുത്തിട്ടുണ്ട്.
അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ തിരുരക്തം കൊണ്ട് പ്രാർത്ഥിച്ചു. എവിടെയാണ് ചില ബന്ധങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ കെട്ടുകൾ വന്ന് കിടക്കും. ഇവിടുന്ന് നമ്മൾ മാറണമെങ്കിൽ തിരുരക്തത്തിന്റെ വലിയൊരു അഭിഷേകം ഉണ്ടാവണം. ഈശോ തിരുരക്തം നമുക്ക് തരുന്ന രണ്ടാമത്തെ വലിയ കൃപയെന്ന് പറയുന്നത് ദൈവമക്കളെ വിടുതലാണ്, ഡെലിവറൻസ് ആണ്. വലിയ വിടുതൽ ദൈവം നമുക്ക് തരും. അപ്പൊ നമ്മൾ ഈശോയുടെ ഈ സമയത്ത് ഈ കൂട്ടായ്മയിൽ ആയിരിക്കുന്ന മക്കള് ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ചെറുതും ചില അഡിക്ഷൻസ് ആകാം, പല മേഖലകളിൽ വിടുതൽ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. വചനം പറഞ്ഞു വെക്കുകയാണ്, അവന്റെ രക്തം കൊണ്ട് അവർ അവന്റെ മേൽ വിജയം നേടി. അവിടുത്തെ രക്തം കൊണ്ട് അവർ അവന്റെ മേൽ വിജയം നേടി. അപ്പൊ യേശുക്രിസ്തുവിന്റെ തിരുരക്തം കൊണ്ട് അവന്റെ മേൽ വിജയം നേടിയെന്ന് വചനം പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ, നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ ഈശോയുടെ തിരുരക്തത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ഈശോ തിരുരക്തത്തോടെ നമ്മൾ പ്രത്യേകമായി ഈ മാസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മക്കളും ഒന്ന് കണ്ണുകൾ അടച്ച്, കർത്താവെ, എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളിൽ നിന്ന് വലിയൊരു വിടുതൽ, തിരുരക്തത്തിന്റെ വലിയൊരു വിടുതൽ നൽകി കർത്താവെ എന്നെ വിശുദ്ധീകരിക്കണം, എന്നെ വീണ്ടെടുക്കണം, എന്നെ വിടുവിക്കണമേ കർത്താവെ, വലിയ വിടുതൽ നൽകണം. ജോലി മേഖലകളിലെ ബുദ്ധിമുട്ടുകളായിരിക്കാം, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാം, പല തരത്തിലുള്ള ഭാരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടാകും. നമുക്കതെല്ലാം ഈശോയുടെ കരങ്ങളോട്ട് വെക്കാം. ഈശോയെ, വലിയൊരു വിടുതൽ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവേ മഹത്വപ്പെടുത്തുന്നു, ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളെ സമർപ്പിക്കണം. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ പാപത്തിന്റെ കെട്ടുകളായിരിക്കാം, ചില ബന്ധങ്ങളുടെ ആധിപത്യത്തിൽപ്പെട്ടിട്ടുള്ള മക്കളാകാം. വിജയത്തിന്റെ ഈ വലിയ പവർ, ഈശോയെ വിടുതലിന്റെ പവർ ഞങ്ങളിലേക്ക് ഒഴുക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കണം കർത്താവേ. ഈ കൂട്ടായ്മയിലെ മക്കളെ വിശുദ്ധീകരിക്കണം കർത്താവേ. ചില കെട്ടുപാടുകൾ അഴിഞ്ഞു പോകട്ടെ ഈശോയെ, വലിയ വിശുദ്ധീകരണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, ആരാധന, 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 ആരാധന. കർത്താവേ, മഹത്വം, 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 മഹത്വം. ഈശോയെ, നന്ദി, 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 നന്ദി. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി, നന്ദി. എല്ലാ മക്കളും ചേർന്ന് നിന്നേ. ഈശോയുടെ കുരിശിന്റെ ചുവട്ടിലേക്ക് നിങ്ങൾ എല്ലാം ചേർന്ന് നിൽക്കും. ഈശോയെ, ആ തിരുരക്തം, ഏതെങ്കിലുമൊക്കെ കെട്ടുകളുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ബന്ധനങ്ങൾ എന്നിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ, ഈശോ എൻ്റെ മക്കളിലുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരിലുണ്ടെങ്കിൽ, ഈശോയെ തിരുരക്തം ഒഴുക്കി എന്നെ വിടുവിക്കണേ കർത്താവേ. ആ തിരുരക്തത്തിന്റെ വലിയ ആധിപത്യം, വലിയ അതോറിറ്റി കർത്താവെ എനിക്ക് കാണിച്ചു തരണം കർത്താവെ. നിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവളല്ലേ കർത്താവെ, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനല്ലേ ഞാൻ. ഈശോയെ, എന്നെ വിശുദ്ധീകരിക്കണേന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുരക്തത്തിന്റെ രണ്ട് വലിയ പവറിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിക്കുന്ന, ക്ലീൻ ചെയ്യുന്ന, വാഷ് ചെയ്യുന്ന, ശുദ്ധീകരിക്കുന്ന ഒരു പരിശുദ്ധമായ തിരുരക്തം. രണ്ട്, ഈശോയുടെ തിരുരക്തത്തിന്റെ രണ്ടാമത്തെ വലിയ ശക്തി എന്ന് പറയുക, എനിക്കും നിങ്ങൾക്കും വലിയ അതോറിറ്റി, വലിയ ഡെലിവറൻസ് നൽകുന്ന ഒരു തിരുരക്തത്തിന്റെ കൃപയെ കുറിച്ചാണ്. വലിയ ഡെലിവറൻസ് ഈശോയുടെ തിരുരക്തം നമുക്ക് നൽകും. മൂന്നാമതായി ഈശോയുടെ തിരുരക്തം നമുക്ക് തരാൻ പോകുന്നത് വലിയ സൗഖ്യമാണ്. വലിയ സൗഖ്യം ഈശോയുടെ തിരുരക്തം നമുക്ക് നൽകും. നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാമത്തെ വചനം, വലിയ സൗഖ്യത്തിന്റെ വലിയ പവറാണ് ഈശോയുടെ തിരുരക്തത്തില് നമുക്ക് കാണാനായിട്ട് പറ്റുക. നമുക്ക് 53-ാം അധ്യായം 5-ാമത്തെ വചനം നമുക്ക് കേൾക്കാം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവന്റെ മുറിവിൽ നിന്ന്, അവന്റെ സൗഖ്യത്തിൽ നിന്ന്, അവനേറ്റ പ്രകടത്തിൽ നിന്ന് സൗഖ്യങ്ങൾ ഒഴുകുന്നു, മുറിവുകൾ സുഖപ്പെടുന്നതായിട്ട് വചനം പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഈശോയുടെ തിരുരക്തത്തിന്റെ വലിയ ഒരു ശക്തിയാണ്
ഹീലിംഗ് എന്ന് പറയും, വലിയ പവറാണ് ഈശോയുടെ തിരുരക്തം. ഇന്ന് ഈ കൂട്ടായ്മയിൽ രോഗികളായിട്ടുള്ള മക്കളൊക്കെ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ആ ചിന്തപ്പെട്ട തിരുരക്തത്തിന്റെ വലിയ ശക്തി സൗഖ്യമായി നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റണം. കർത്താവെ, ആ തിരുരക്തം കൊണ്ട് എന്നെ സൗഖ്യപ്പെടുത്തണം. എൻ്റെ ജീവിതത്തിന്റെ, എൻ്റെ മനസ്സിന്റെ തലങ്ങളായിരിക്കാം, എൻ്റെ ശരീരത്തിന്റെ തലങ്ങളായിരിക്കാം, ആത്മീയ രോഗങ്ങളായിരിക്കാം, ഏതൊക്കെ മേഖലകളിലാണ് എനിക്ക് രോഗത്തിന്റെ പീഡകൾ ഉള്ളത്, ആ തലങ്ങളിലേക്കെല്ലാം തിരുരക്തത്തിന്റെ വലിയ പവർ ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനത്തിലെ 103-ാം അധ്യായം 2-ാമത്തെ വചനം നമ്മൾ ഇങ്ങനെ കാണും. സങ്കീർത്തനം 103-ന്റെ 2 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവിന്റെ ആ വലിയ സൗഖ്യത്തെ കുറിച്ച്. അപ്പോൾ ഈ സൗഖ്യം വരുമ്പോ പാപങ്ങൾ മോചിക്കപ്പെടും. നമുക്കറിയാം, തിരുരക്തത്തിന്റെ വലിയ സൗഖ്യം കൊണ്ടാണ്, ആ വലിയ പവർ കൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ സൗഖ്യം പ്രാപിക്കുന്ന വചനം പറഞ്ഞു വെക്കുന്നത്. പല മേഖലകളിൽ ഇന്ന് തിരുരക്തത്തെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് അത് മാത്രം ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, 103-ാം അധ്യായത്തില് 2-3 വചനങ്ങള് വചനം എങ്ങനെ പറയുകയാണ്: അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, അവിടുന്ന് നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. വചനം പറയാം, ഈശോയുടെ തിരുരക്തം നമ്മളിലേക്ക് ഒഴുകി വരുമ്പോ ഞാനും നിങ്ങളും സൗഖ്യം പ്രാപിക്കും. ഈശോയെ, തിരുരക്തം കൊണ്ട് എന്നെ സൗഖ്യപ്പെടുത്തണം. രോഗികളായ മക്കളൊക്കെ പ്രാർത്ഥിക്കണം. ഈശോയെ, നിന്റെ തിരുരക്തം കൊണ്ട് എന്നെ സൗഖ്യപ്പെടുത്തണം, എന്റെ മനസ്സിനെ സൗഖ്യപ്പെടുത്തണം, എന്റെ ശരീരത്തെ സൗഖ്യപ്പെടുത്തണം. വലിയ തിരുരക്തത്തിന്റെ സൗഖ്യം നമ്മളിലേക്ക് വ്യാപരിക്കാൻ നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ രോഗികളും പ്രാർത്ഥിക്കും. തിരുരക്തത്തിന്റെ 3-ാമത്തെ വലിയ ശക്തി, വലിയ പവർ എന്ന് പറയുന്നത് വലിയ രോഗസൗഖ്യങ്ങളാണ്, ഹീലിംഗ് തരികയാണ് ഈശോയുടെ തിരുരക്തം. അത് നമുക്കറിയാം, നമ്മളത് കാണുന്നുണ്ട്. എന്താണ് അത് അവിടെ കാണുക? കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് കുന്തം കുത്തി ഇറക്കപ്പെട്ടപ്പോൾ തിരുരക്തം അവിടെ നിന്ന് ചീറ്റി ഒഴുകിയപ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്ത ലൊങ്കിനോസിന്റെ കണ്ണുകൾ ആ നിമിഷം തുറക്കപ്പെടുകയാണ്. അതെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ സൗഖ്യം, തിരുരക്തത്തിന്റെ വലിയ പവർ നമുക്ക് അനുഭവിക്കാൻ പറ്റണം. ഈശോയെ, എന്റെ തിരുരക്തത്തിന്റെ വലിയ പവർ എന്നിലേക്ക് നീ ഈ സമയത്ത് ഒഴുക്കണം. ഈശോയെ, എന്നെ ഒന്ന് സൗഖ്യപ്പെടുത്തണം. ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ കൂട്ടായ്മയിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ അനുഭവിക്കുന്ന മക്കളുണ്ടാവും. ഈശോയെ, രോഗപീഠകളോട് കടന്നു പോകുന്ന മക്കൾ, മനസ്സിന്റെ വേദനകള്, മാനസിക ബുദ്ധിമുട്ടുള്ള മക്കളുണ്ട്, ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകളുള്ള മക്കളുണ്ട്. ഈശോയെ, ഈ മക്കളിലേക്കെല്ലാം തിരുരക്തത്തിന്റെ വലിയ സൗഖ്യം ഒഴുകി കർത്താവെ അവരെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ തിരുരക്തത്തിന്റെ സൗഖ്യം ഒഴുകാൻ ആഗ്രഹിച്ച് നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്ന കർത്താവെ, നന്ദി പറയുന്ന കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, തിരുരക്തം ഒഴുകി വരങ്ങട്ടെ. മക്കളെല്ലാം പ്രാർത്ഥിക്കാം. വചനം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ വചനത്തിലൂടെ തിരുരക്തത്തിന്റെ വലിയ പവർ ഒന്നൊന്നായി അവയറായി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിലേക്ക് അത്ഭുതമായി മാറും. അതുകൊണ്ട് നിങ്ങൾ അത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണമേ. ഈ വചനം കൊണ്ട് എന്നെ ശുദ്ധീകരിക്കുക. അവന്റെ മേലുള്ള ക്ഷതങ്ങളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ്. ആ തിരുരക്തം കൊണ്ട് കർത്താവെ ഞങ്ങളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. മനസ്സിന്റെ തലങ്ങള്, ശരീരത്തിന്റെ തലങ്ങള്, ഞരമ്പിന്റെ ബുദ്ധിമുട്ടുകള്, പല വിധത്തില് ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളിലേക്കും ഈശോയെ വലിയ സൗഖ്യം ഒഴുകി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, മഹത്വം, 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 മഹത്വം. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഈശോയെ നന്ദി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, തിരുരക്തത്തിന്റെ 3 വലിയ ശക്തികളെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, ഈശോയുടെ തിരുരക്തം എനിക്ക് നിങ്ങൾക്കും വലിയ ഡെലിവറൻസ് നൽകുന്ന തിരുരക്തമാണ്. 2, ഈശോയുടെ തിരുരക്തം എന്നെയും നിങ്ങളെയും ശുദ്ധീകരിക്കുന്ന തിരുരക്തമാണ്. 3, ഈശോയുടെ തിരുരക്തം എന്നെയും നിങ്ങളെയും സൗഖ്യപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞു. 4-മതായി ഈശോയുടെ തിരുരക്തം എനിക്കും നിങ്ങൾക്കും മനസ്സിന് സമാധാനം തരുന്നതാണ്. ഈശോയുടെ തിരുരക്തം മനസ്സിന്റെ സമാധാനം. ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കളും ആഗ്രഹിക്കുന്നത് മനസ്സിന് ഒരു സമാധാനത്തോടെ ജീവിക്കാനായിട്ടാണ്. നമുക്ക് എന്തൊക്കെ നേടിയാലും മനസ്സിന് സമാധാനമില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റും. അപ്പൊ നമുക്കെല്ലാം വേണ്ടത് ഈ വലിയ സമാധാനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 9-ാം അധ്യായം
6-ാമത്തെ വചനത്തില് ഈ തിരുരക്തത്തിന്റെ വലിയ പവറിനെ കുറിച്ച് പറയാൻ ഈശോയുടെ ജനനത്തെ കുറിച്ചുള്ള പ്രവചനത്തിൽ പറഞ്ഞു വെക്കുകയാണ്. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കും, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും, വിസ്മയനീയമായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. ഈശോയുടെ തിരുരക്തത്തോട് പ്രാർത്ഥിക്കും തോറും നമുക്ക് വലിയ സമാധാനം കർത്താവ് തരും. എല്ലാ മക്കളും പ്രാർത്ഥിക്കണം, ഈശോയെ എൻ്റെ മനസ്സിന്റെ സമാധാനത്തിന്റെ ചില കുറവുകളുണ്ട് എൻ്റെ മനസ്സിന്, അതെല്ലാം നീ ഏറ്റെടുത്ത് എന്നെ സൗഖ്യപ്പെടുത്തണം ഈശോയെ. ആ തിരുരക്തം ഒഴുക്കി എനിക്ക് വലിയ സമാധാനം തരണേ എന്ന് പ്രാർത്ഥിക്കണം. ചിലതൊക്കെ നമ്മൾ മാറ്റിയാൽ മാറുന്നതല്ല, ചില കാര്യങ്ങളൊന്നും നമ്മൾ മാറ്റിയാൽ മാറില്ല, അതങ്ങനെയൊന്നും മാറുന്ന കാര്യങ്ങളല്ല. കർത്താവെ, എൻ്റെ മനസ്സിന് സമാധാനമില്ലാത്ത ചില മേഖലകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മനസ്സ്. പലപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സാരമില്ല സാരമില്ല എന്ന് ഒരാള് എന്നോട് പറയുകയാണ്. ഒത്തിരി നാളുകളായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് നാളുകൾ, എനിക്ക് തോന്നുന്നു UK ഞാൻ വരുന്നതിനൊക്കെ മുമ്പ് ഒത്തിരി നാൾ മുമ്പ് വന്നാണ്. ഇവരുടനീളം വണ്ടി ഓടിക്കും പല ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇന്ന് ആ ആൾക്ക് 10 മൈല് പോലും വണ്ടി ഓടിക്കാൻ പറ്റില്ല. എന്നോട് പറയുകയാണ്, സിസ്റ്ററെ, എൻ്റെ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എൻ്റെ മനസ്സിന് എന്തോ പറ്റി. ഞാൻ ചോദിച്ചു, എന്തോ സംഭവിച്ചു? അതെനിക്കറിയില്ല. ഞാൻ പാലത്തെ കയറുമ്പോൾ അവിടെ വലിയൊരു കുഴിയുള്ള പോലെ എനിക്ക് തോന്നും. ഞാൻ വണ്ടി റോഡ് സൈഡിലോട്ട് നിൽക്കുമ്പോൾ അവിടെ വലിയൊരു കുഴിയുള്ള പോലെ തോന്നും. എൻ്റെ മനസ്സ് ഇങ്ങനെ വേവലാതിപ്പെടുമ്പോൾ എനിക്ക് ഒരു വിധത്തിലും ഈ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഒരു ആക്സിഡന്റ് ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ ആൾക്ക് പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും ഒക്കെ ആഗ്രഹിക്കേണ്ടതും വേണ്ടതും മനസ്സിന്റെ സമാധാനമാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഈ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈശോയുടെ തിരുരക്തം നമുക്ക് തരുന്ന വലിയൊരു കൃപയാണ് സമാധാനം. അതാണ് റോമാക്കൾക്ക് ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ വീണ്ടും പറയാണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. ആ വലിയ സമാധാനം, ഈശോ പിതാവുമായി നമ്മളെ ഒന്നിപ്പിച്ച് സ്വർഗീയ കൂട്ടായ്മയിലേക്ക് ചേർത്ത ആ വലിയ സമാധാനം സ്ഥാപിക്കപ്പെട്ടത് തിരുരക്തം വഴിയാണ്. അപ്പോൾ ആ തിരുരക്തം ഞാനും നിങ്ങളും ആഗ്രഹിച്ച് നമ്മളിലേക്ക് നിറയപ്പെടട്ടെ. ഈശോയും തിരുരക്തം കൊണ്ട് എന്നെ കഴുകണേ. നമ്മളിങ്ങനെ, ഞാനിത് നിങ്ങളോട് പറയുന്നത് എൻ്റെ ലൈഫിൽ ഒത്തിരി മാറ്റം വരുത്തിയ ഒരു പ്രാർത്ഥനയായതുകൊണ്ടാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന വഴികളിൽ ഒത്തിരി അപകർഷതാബോധങ്ങളും ഒരുപാട് സങ്കടങ്ങളും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചാപ്പലിൽ പോയിരുന്നു. ചിലപ്പോൾ 1000 തവണയൊക്കെ ഞാൻ പറയും, ഈശോയെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണേ, തിരുരക്തം കൊണ്ട് എന്നെ കഴുകണം. ഞാൻ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ട ഒരു പ്രാർത്ഥനയാണ് ഈശോ തിരുരക്തത്തിന്റെ പ്രാർത്ഥന. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈശോ തിരുരക്തത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ കൃപ, ആ തിരുരക്തത്തിന്റെ പവർ ഒന്നൊന്നായി നമ്മളിലേക്ക് കടന്നു വരാൻ തുടങ്ങും. നമ്മളിൽ തന്നെ കൃപ നിറയപ്പെടുന്ന വ്യക്തികളായിട്ട് മാറും. അപ്പൊ നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചു, ആ തിരുരക്തത്തിന്റെ വലിയ കൃപ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഈശോയോട് കൃപ ചോദിച്ച് പ്രാർത്ഥിക്കുക. ഇനി 4-ാമത്തെ കാര്യം കൂടി 5-ാമത്തെ കാര്യം കൂടി പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുരക്തം നമുക്ക് തരുന്ന അടുത്ത വലിയൊരു കൃപയാണ് വലിയ സംരക്ഷണം. വലിയ സംരക്ഷണമാണ് ഈശോയുടെ തിരുരക്തം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. ആ വലിയ സംരക്ഷണം ഈശോയുടെ തിരുരക്തം നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതിന് അനേകം വചനങ്ങളുണ്ട്. 1 കൊരിന്തോസ് 5:7, അതുപോലെ പുറപ്പാട്, പഴയ നിയമത്തിൽ പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമുക്കറിയാം, കുഞ്ഞാടിനെ കൊന്ന് കുഞ്ഞാടിന്റെ രക്തം കട്ടിലെ പടികളിൽ തളിക്കുന്നവരുടെ ഭവനങ്ങളിലൊന്നും സംഹാര ദൂതൻ പ്രവേശിക്കില്ല, അവരെല്ലാം സംരക്ഷിക്കപ്പെടുന്നതായിട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ബലിയായി മാറിയ കുഞ്ഞാള ഈശോയുടെ തിരുരക്തം എനിക്കും നിങ്ങൾക്കും വലിയ സംരക്ഷണം ഒരുക്കുന്നതാണ്. അപ്പൊ ഞാനും നിങ്ങളും തിരുരക്തത്തോട് പ്രാർത്ഥിക്കണം, ഈശോയെ എന്നെ തിരുരക്തം കൊണ്ട് സംരക്ഷണം ചെയ്യണേ കർത്താവെ. ആ തിരുരക്തത്തിന്റെ വലിയ കോട്ട എനിക്ക് ചുറ്റും കെട്ടണം. ആ രക്തത്തിന്റെ വലിയ ശക്തി എനിക്ക് തരണം, എൻ്റെ മക്കൾക്ക് തരണം, എൻ്റെ കുടുംബത്തിൽ തരണം. പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ അടുത്ത നാളില് ഒരു വിദേശ രാജ്യത്ത് ധ്യാനത്തിന് പോയി. അവിടെ ധ്യാനത്തിന് പോയ സമയത്ത് അവിടെ ധ്യാനം ലീഡ് ചെയ്യാനായിട്ട്, ധ്യാനം നടത്താനായിട്ട് മുമ്പിൽ നിന്ന ഒത്തിരി വ്യക്തികളും, അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി രാപകലില്ലാതെ പ്രാർത്ഥിച്ച് അധ്വാനിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു സംരക്ഷണം ചിലപ്പോൾ സ്വയം എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ആ ധ്യാനം ഭയങ്കര വിജയമായിട്ട് മാറി. പക്ഷേ ഒരുപാട് തകർച്ചകൾ അല്ലെങ്കിൽ വലിയ അസ്വസ്ഥതകള്, പെട്ടെന്നുള്ള അപകടങ്ങളൊക്കെ പെട്ടെന്ന് ആ വ്യക്തിക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈശോ നമ്മളോട് പറയുകയാണ്, എനിക്കും നിങ്ങൾക്കും സംരക്ഷണമായിട്ട് എന്ത് കാര്യം, ശുശ്രൂഷയിലായിക്കൊള്ളട്ടെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകട്ടെ, അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകട്ടെ, എല്ലാ മക്കളും തിരുരക്തത്തിന് വലിയ സംരക്ഷണം ഏറ്റെടുക്കും. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരൊക്കെ തിരുരക്തത്തിന് വലിയ സംരക്ഷണം ഏറ്റെടുക്കണം. ഈശോയെ എനിക്ക് വലിയ സംരക്ഷണം തരണേ,
കർത്താവ് എൻ്റെ കുടുംബത്തിന് പ്രൊട്ടക്ഷൻ തരണം. ചിലപ്പോൾ രാത്രിയും പകലും ഒക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പൊ നിങ്ങൾ ഈശോയോട് പറയണം, ഈശോയെ എനിക്ക് വലിയ സംരക്ഷണം എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക് തരണം. ഈ തിരുരക്തത്തിന്റെ കോട്ട കെട്ടി നമ്മളെ സംരക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കണം. കാരണം തിന്മ കടന്നു വന്ന് നമ്മളെ തകർക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ സംരക്ഷണ കോട്ട തിരുരക്തമാണ്. അപ്പോൾ ഈ തിരുരക്തത്തിന്റെ മാസത്തില് ഈ തിരുരക്തത്തിന്റെ 5 വലിയ കൃപകൾ നമ്മളിലേക്ക് ഈശോ ചൊരിയട്ടെ. ആ 5 കൃപകൾ സ്വന്തമാക്കാനായിട്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ച് നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. വലിയ വിടുതലിന്റെ, വലിയ രോഗസൗഖ്യത്തിന്റെ, വലിയ ഡെലിവറൻസിന്റെ ഒക്കെ സമയമാണിത്. തിരുരക്തത്തിന്റെ വലിയ പവർ ഈശോയുടെ മുമ്പിലിരുന്ന് ചോദിച്ചു മേടിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ഈശോയെ എൻ്റെ മധ്യത്തിലേക്ക്, കർത്താവെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് വന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണേ ഈശോ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും ദിവികാരുണ്യനാഥനിലേക്ക് മനസ്സും ഹൃദയവും ഉയർത്തി കേട്ട വചനങ്ങളെല്ലാം അതേപടി സംഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ശക്തിയോടെ ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. സംരക്ഷണം ഈശോയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളിലേക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ഈശോയുടെ സന്നിധിയിൽ എല്ലാം മറന്ന് നിങ്ങളായിരിക്കും. പത്രോസ് ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: പിതാക്കന്മാർ നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ക്രിസ്തുവിന്റെ അമൂല്യമായ തിരുരക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങൾ. ഈശോ നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. തിരുരക്തം ഒഴുക്കി ഈശോ നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, എനിക്ക് വിലയിട്ടതിന്റെ തിരുരക്തം കൊണ്ടാണല്ലോ അപ്പ. എനിക്ക് വേണ്ടി ചിന്തപ്പെട്ട ആ തിരുരക്തത്തുള്ളികൾ എന്നിലേക്ക് ഈ സമയത്ത് കൃപയായി മാറട്ടെ. ഈശോയെ കർത്താവേ, വലിയ കൃപയാ, തിരുരക്തത്തിന്റെ വലിയ കൃപ ഒഴുകി വരട്ടെ. കറയോ കളങ്കവും ഇല്ലാത്ത നിന്റെ വലിയ തിരുരക്തം, കുഞ്ഞാടിൻ്റെതുപോലുള്ള അമൂല്യമായ തിരുരക്തം കർത്താവേ എനിക്ക് തരണേ. കർത്താവേ, എല്ലാ മക്കളും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, ഈ കൂട്ടായ്മയിലെ ഓരോ മക്കളും ഈശോ സ്വന്തമാകുന്ന അനുഭവം, വലിയ വിശുദ്ധീകരണത്തിന്റെ വ്യക്തിപരമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കണം. തിരുരക്തം കൊണ്ട് വ്യക്തിപരമായി വിശുദ്ധീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. അസൂയയുടെ, അഹങ്കാരത്തിന്റെ, ദേഷ്യത്തിന്റെ, വെറുപ്പിന്റെ, അലസതയുടെ ഒക്കെ ചില കെട്ടുപാടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മുടെ ഉള്ളില് ചില അശുദ്ധിയുടെ മേഖലകളുണ്ടാകും. കർത്താവേ, യോഹന്നാൻ സ്ലീഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വചനം ഞങ്ങൾ വായിച്ചു കേട്ടു. യേശുക്രിസ്തു, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം എല്ലാ പാപങ്ങളിൽ നിന്ന്, എല്ലാ അശുദ്ധിയിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ഈശോയെ, ഈ സമയത്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള, ഞങ്ങളുടെ ആത്മാവിലുള്ള പാപത്തിന്റെ പാപചാച്ചിലുകൾ ഈശോയെ, അശുദ്ധി കർത്താവെ നീ തിരുരക്തം കൊണ്ട് കഴുകിക്കളയണേ. ഈശോയെ, ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിക്കണം. ഈശോ, നിന്റെ തിരുരക്തത്തിന്റെ വലിയ കോട്ട എന്നിൽ കെട്ടണേ അപ്പ. ആ തിരുരക്തം ഒഴുകി ഇറങ്ങട്ടെ എൻ്റെ ജീവിതത്തിലേക്ക്. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ.
നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ, തിരുരക്തത്തിന്റെ ഹല്ലേലൂയ, വലിയ ഹല്ലേലൂയ, ശുദ്ധീകരണം, ഹല്ലേലൂയ, വ്യക്തിപരമായ ഹല്ലേലൂയ, വിശുദ്ധീകരണം, ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിവർത്തനം ഈശോയെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണം ഈശോയെ. ഞങ്ങളിലെ ചില ആസക്തികൾ, ദുശീലങ്ങൾ ഈശോയുടെ നാമത്തിൽ മാറിപ്പോകാൻ തിരുരക്തത്തിന്റെ വലിയ ശക്തിയാൽ ശുദ്ധീകരിക്കപ്പെടുവാൻ കഴുകപ്പെടുവാൻ ഈശോയെ ഇടപെടണേന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ശലബാലബാലബാലബാലബാലബാല. ആരാധന, 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 ആരാധന. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, മഹത്വം, 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 മഹത്വം. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ തിരുരക്തം ഒഴുക്കണേ അപ്പാ. ഈ കൂട്ടായ്മയിലേക്ക് നിന്റെ തിരുരക്തം ഒഴുക്കണം ഈശോ. എല്ലാ മക്കളും ആഗ്രഹിച്ച് തിരുരക്തം നമ്മളിലേക്ക് വീഴപ്പെടും. ആ തിരുരക്തം നമ്മുടെ ജീവിതത്തിലെ ശിരസ് മുതൽ പാദം വരെ കഴുകപ്പെടാൻ എല്ലാവരും ആത്മാവിൽ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കും, മനസ്സുകൊടുത്ത് പ്രാർത്ഥിക്കും. ഈശോയെ, തിരുരക്തം എന്നിലേക്ക് ഒഴുകി വരട്ടെ കർത്താവേ. ശിരസ് മുതൽ പാദം വരെ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടെ. ഓ കർത്താവേ, എന്റെ അഗ്നി എന്നിൽ കത്തട്ടെ കർത്താവേ. എല്ലാ പാപങ്ങളും എല്ലാ അശുദ്ധിയും എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ കർത്താവേ. വലിയ ശുദ്ധീകരണം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വീണ്ടും ഈശോയുടെ തിരുരക്തത്തിന്റെ രണ്ടാമത്തെ വലിയ ശക്തിയെക്കുറിച്ച് നമ്മൾ കേട്ടു. വലിയ ഡെലിവറൻസിന്റെ പവർ ഈശോ തിരുരക്തത്തിനുണ്ട്. കർത്താവേ, നിന്റെ തിരുരക്തത്താൽ ഈ സമയത്ത് തന്നെ വിശുദ്ധീകരിച്ച് വിടുതൽ നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. എന്റെയും നിങ്ങളുടെയും ഈ കൂട്ടായ്മയുടെ മക്കളുടെയും ഒക്കെ ജീവിതത്തിലുള്ള എല്ലാവിധ കെട്ടുപാടുകൾ അഴിഞ്ഞു പോകാൻ കർത്താവ് തിരുരക്തം ഒഴുകി ഇറങ്ങി ഞാനും നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ നമ്മൾ ഈശോയുടെ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധത്തിൽ കർത്താവേ, അങ്ങയുടെ ആത്മാവിലൂടെ ഞങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വേരുവാകി വസിക്കണമെന്ന്, സ്നേഹത്തിൽ വേരുവാകി വസിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിലുള്ള എല്ലാ അന്ധകാര ശക്തികളും, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലുള്ള എല്ലാ കെട്ടുപാടുകളും, വ്യക്തിപരമായ ജീവിതത്തിന്റെ എല്ലാ കെട്ടുപാടുകളും എല്ലാം ഈശോയുടെ വലിയ കൃപയാൽ ഈ സമയത്ത് വിശുദ്ധീകരിക്കപ്പെട്ടു പുത്തൻ അഭിഷേകം കിട്ടാൻ ആഗ്രഹിച്ച് ചില തടസ്സങ്ങള്, ചില കെട്ടുപാടുകള്, ചില തെറ്റായ ബന്ധങ്ങള്, സമാധാനക്കേടുകളെല്ലാം നിങ്ങൾ ഈ സമയത്ത് ഈശോയോട് പറയുന്നു. ഈശോയെ, മക്കള് പറഞ്ഞ അനുസരിക്കാത്ത അവസ്ഥ, ഞാൻ പറയുന്ന ആലോചനകൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരവസ്ഥ, ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റാതെ ചില തെറ്റായ ചിന്തകൾ മനസ്സിൽ അടുക്കി പിടിച്ചിരിക്കുന്ന ജീവിതങ്ങൾ, ചെവി അടച്ചു കളഞ്ഞിരിക്കുന്ന ജീവിതങ്ങളെയൊക്കെ ഈശോ കാണിച്ചു തരികയാണ്. മക്കൾ പ്രാർത്ഥിക്കുക. വലിയൊരു മാനസാന്തരത്തിന്റെ, വലിയൊരു വിടുതലിന്റെ കൃപ തിരുരക്തം കൊണ്ട് ഇന്ന് നമ്മളിലേക്ക് ഒഴുകപ്പെടുവാൻ. ഈശോയെ, തിരുരക്തം കൊണ്ട് വലിയൊരു മാനസാന്തരത്തിന്റെ, വലിയൊരു വിടുതലിന്റെ കൃപ ഞങ്ങളിലേക്ക് നിറയപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഈശോയെ, തിരുരക്തത്തിന്റെ വലിയ പവർ കർത്താവേ എല്ലാ അന്ധകാര ശക്തികളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കട്ടെ അപ്പാ. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കൂട്ടായ്മയെ, ഞങ്ങളുടെ ജീവിതങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളിലേക്ക് യേശുക്രിസ്തു തിരുരക്തം ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മക്കളും ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ അപ്പാ. കെട്ടുപാടുകൾ അഴിഞ്ഞു പോകട്ടെ കർത്താവേ. തെറ്റായ ബലഹീനത ചിന്തകള് ഈശോയുടെ നാമത്തിൽ എല്ലാം മാറിപ്പോകട്ടെ. തിരുരക്തത്താൽ എല്ലാ മക്കളും വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, ആരാധന, 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 ആരാധന. കർത്താവേ, മഹത്വം, 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 മഹത്വം. ഈശോയെ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നന്ദി, നന്ദി. കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിക്കണം കർത്താവ്. ആ തിരുരക്തത്തിന്റെ വലിയ അഭിഷേകം ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക് നിറയപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹത്തോടെ നമുക്ക് പാടാം, പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ദൈവസന്നിധിയിലേക്ക് ഹൃദയം ഉയർത്തി നമുക്ക് ഈശോയുടെ മുമ്പിലായിരിക്കാം. കർത്താവേ, എന്നെ അറിയുന്ന എൻ്റെ ഈശോയെ, ആ തിരുരക്തത്തിന്റെ വലിയ കൃപയാൽ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് നമ്മൾ ഈശോയോട് പ്രാർത്ഥിച്ചു.
ഈശോയെ, വലിയ വിടുതലുകൾ എനിക്ക് നൽകണമേ എന്ന് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവേ, എൻ്റെ തിരുരക്തം കൊണ്ട് എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. ആത്മശരീര മേഖലകളിൽ, മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ ഒക്കെ തലങ്ങളിൽ രോഗമുള്ള മക്കളെല്ലാം ഈ സമയത്ത് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈ കൂട്ടായ്മയിൽ രോഗമുള്ള മക്കളെയെല്ലാം നീ ശുദ്ധീകരിക്കണമേ എന്ന് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുക. കർത്താവെ, രോഗത്തിൻ്റെ കഠിന പീഡകളിലൂടെ കടന്നു പോകുന്ന മക്കള്, നാളെ പ്രഭാതമുണ്ടോ എന്ന് പോലും അറിയില്ലാതെ വേദനിക്കുന്ന മക്കള്, ഈശോയെ, അവരെല്ലാം നിനക്ക് തരികയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ മക്കളുടെയും ഒക്കെ എല്ലാ തലങ്ങളെയും രോഗസൗഖ്യത്തിന് വേണ്ടി ഓരോ മക്കളും ഈ സമയത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഈശോയെ, തിരുരക്തമൊഴുക്കി ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. കുരിശിൻ ചുവട്ടിലായിരുന്ന ലൊങ്കീനോസിന്റെ അന്ധമായ കണ്ണുകൾക്ക് കാഴ്ച കൊടുത്ത കർത്താവിന്റെ തിരുരക്തം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പല മേഖലകളിലേക്ക് സൗഖ്യമായി വരാൻ ആഗ്രഹിക്കുക. ഈശോയെ, എൻ്റെ പൊന്നു തമ്പുരാനെ, ആത്മാവിൽ രോഗം ബാധിച്ചവരായിട്ട് ഞങ്ങളിൽ പലരും ഉണ്ട് കർത്താവെ. ശരീരത്തിൽ രോഗം ബാധിച്ചവരുണ്ട് കർത്താവെ. മനസ്സിന്റെ തലങ്ങളിൽ രോഗം ബാധിച്ചവരുണ്ട് ഈശോയെ. രോഗപീഠയുടെ എല്ലാ മേഖലകളിലേക്ക് തിരുരക്തം ഒഴുകി വരട്ടെ. ഇവിടെ മക്കളെ, ഈശോയുടെ തിരുശിരസിനോട്, ശരീരത്തോടെല്ലാം നമ്മുടെ ശരീരങ്ങളെ നമുക്ക് ചേർത്ത് വെക്കും. കർത്താവെ, ക്യാൻസറിന്റെ വലിയ കരാളഹസ്തങ്ങളിൽ പിടിപെട്ട് കർത്താവെ, ബയോപ്സി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കള്, കീമോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, ഓപ്പറേഷന് ഡേറ്റ് കിട്ടാത്ത മക്കളെയൊക്കെ ഈ സമയം നിന്റെ തിരുഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വെക്കുകയും കർത്താവെ, ആത്മാസംബന്ധമായ രോഗമുള്ള മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു ഈശോ. ഈശോയെ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ പ്രത്യേകം ഓർക്കും. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് ഒരു കുടുംബത്തിന് വേണ്ടി പ്രത്യേകം നിങ്ങളോട് ഞാൻ പ്രാർത്ഥന ചോദിക്കും. ഉണ്ടായപ്പോൾ കുഞ്ഞിന് ജനനേന്ദ്രിയമില്ല. ആ മാതാപിതാക്കൾ വലിയ സങ്കടത്തിലാണ്, വലിയ വേദനയിലാണ്. കർത്താവെ, ആ കുടുംബത്തിലേക്ക് ദൈവശക്തി വ്യാപരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈശോയുടെ സാന്നിധ്യവും ശക്തി അവർക്കുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പലവിധ രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ, ഈശോ, ഈ സമയത്ത് ഡോണ എന്ന് പറയുന്ന മകളുടെ കുഞ്ഞിനെ ഈ സമയം ഞങ്ങൾ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുക. ജനിച്ചപ്പോൾ ശരീരം മുഴുവൻ വലിയ രോമങ്ങളും വലിയ മറുകളുമായിട്ട് ജനിച്ചിരിക്കുന്ന വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന കുഞ്ഞിനെ ഈ സമയം ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോ, കർത്താവേ, തിരുരക്തത്തിന്റെ വലിയ ഒരു തുള്ളിയുടെ ഒരു അംശം മതി ഈശോ, ഇവർക്കെല്ലാം സൗഖ്യം കിട്ടും. കർത്താവേ, അങ്ങ് സൗഖ്യപ്പെടുത്തണം ഈശോ. സംസാരിക്കാൻ ശക്തിയില്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു ഈശോ. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ഡിസബിലിറ്റിയുള്ള കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവേ, വലിയ രോഗപീഠയിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങള്, വലിയവര്, ഈശോയെ, നട്ടെല്ല് തളർന്നു കിടക്കുന്ന വ്യക്തികള് ഒക്കെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുക. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈശോ മുറിവേറ്റ കരം നീട്ടി തിരുരക്തം ഒഴുക്കി എല്ലാ മക്കളെയും വിശുദ്ധീകരിച്ച് സൗഖ്യപ്പെടുത്തും. കർത്താവിന്റെ വലിയ സൗഖ്യം എല്ലാ മക്കളിലേക്ക്, ലോകമെമ്പാടുമുള്ള രോഗികളായ മക്കളിലേക്ക് വ്യാപരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ആരാധന, 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 ആരാധന. സൗഖ്യപ്പെടുത്തണ ഈശോയെ, നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളും നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ മക്കളിലേക്ക് എല്ലാ രോഗികൾക്കും ഈശോയെ, കർത്താവെ, സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കർത്താവെ, നിലവിളി കേട്ട് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്യാൻസർ രോഗികളെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കർത്താവെ, ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ, മരണം കാത്തു കിടക്കുന്നവരെ
പ്രത്യേകം തിരുമുമ്പിൽ സമർപ്പിക്കുന്നു ഈശോയെ. അങ്ങൊന്ന് സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ. അരയ്ക്ക് തളർന്നിരിക്കുന്ന വ്യക്തികളെ പ്രത്യേകം സമർപ്പിക്കുന്ന കർത്താവേ. ഷോക്ക് വന്ന വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തുതിക്കുന്ന ഈശോയെ, സ്തുതിക്കുന്ന കർത്താവെ, നടക്കാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, മഹത്വം, മഹത്വം, മഹത്വം. കർത്താവ് ജോയി എന്ന് പറയുന്ന മകനെ പേര് ചൊല്ലി വിളിക്കുകയാണ്. വലിയൊരു സൗഖ്യം ഈശോ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, നന്ദി. ഫിസ്റ്റുല എന്ന രോഗമുള്ള വ്യക്തിക്ക് ഈശോ സൗഖ്യം കൊടുക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഓപ്പറേഷൻ ഡേറ്റ് കാത്തിരിക്കുന്ന 2 പേർക്ക് ഈശോ ഡേറ്റ് കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, നന്ദി. വാഹന അപകടത്തിലെ വലിയൊരു രോഗപീഠയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരം മുഴുവൻ കുഞ്ഞു കുഞ്ഞു കുരുക്കളായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ സൗഖ്യം കൊടുക്കണം. ഇങ്ങനെ നെല്ല് വെതറിയതുപോലെ ശരീരം മുഴുവൻ വലിയ അലർജി പിടിപെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ സൗഖ്യം കൊടുക്കുന്നു. കർത്താവെ, നന്ദി പറയും, നന്ദി പറയുന്നു. മോണരോഗത്തിൽ നിന്ന് ഈശോ ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറയുന്നു, നന്ദി. തലയിൽ ചിരന്ന് ഈശോ സൗഖ്യം കൊടുക്കുന്നു. ഈശോയെ, തിരുരക്തം ഒഴുകി ഇറങ്ങട്ടെ കർത്താവെ. എല്ലാ മക്കളിലേക്കും തിരുരക്തം ഒഴുകി ഇറങ്ങട്ടെ. ഹാല, 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 ഹാല. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഈശോയെ. അടയാളങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പോൾ എന്ന് പറയുന്ന വ്യക്തി ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. നിമിഷ എന്ന് പറയുന്ന വ്യക്തി ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, മഹത്വം, മഹത്വം, മഹത്വം. യേശുവേ, നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി സമർപ്പിക്കാം. പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കള്, OET, CBT, IELTS, OST, PT പരീക്ഷ എഴുതുന്ന മക്കള്, NSR എക്സാം എഴുതുന്ന മക്കള്, പരീക്ഷയ്ക്ക് ഡേറ്റ് എടുത്തിരിക്കുന്ന മക്കള്, ഈശോയെ കരുണ കാണിക്കണേ കർത്താവേ. ഈശോയെ, പിന്നമ്പന് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ സമർപ്പിക്കുന്നു. ഈശോയെ, പിന്നമ്പന് കിട്ടിയിട്ടും ജോലിയില്ലാത്ത ഞങ്ങളുടെ വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഫെയിലായി പോയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വിസ തടസ്സമുള്ള അനേകം മക്കള്, വിസ തീരാൻ പോകുന്ന മറ്റൊരു വിസ കിട്ടാത്ത മക്കള്, ഈശോയെ സമർപ്പിക്കുന്ന കർത്താവെ. വലിയ ധർമ്മസങ്കടത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി മക്കളുണ്ട്. ഈശോയെ കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വിദേശത്തോട്ട് ജോലി കാത്തിരിക്കുന്ന അനേകം കുടുംബങ്ങൾ, ഈശോയെ ബിസിനസ് തകർന്നു പോയ മക്കള്, പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന മക്കൾ, ഇവരെല്ലാം നിനക്ക് സമർപ്പിക്കുകയാണ്. ഈശോ കർത്താവെ, ഞാൻ അവിടുത്തെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമുരളി എന്ന് വിളിച്ചു പറയാൻ തക്ക വിധത്തിൽ ഈ മക്കളുടെയൊക്കെ കുടുംബങ്ങൾ ഈശോയെ അത്ഭുതങ്ങൾ ചെയ്യണം. ഈശോ, അടയാളങ്ങൾ കൊണ്ട് നീ സംസാരിക്കണം. ഈശോ കർത്താവെ, സംസാരിക്കണം. ഈശോ കർത്താവെ, കരുണ കാണിക്കണേ. കർത്താവെ, കരുണ കാണിക്കണം. ഈശോ, 3-4 പേർക്ക് ഈശോ വിജയം കൊടുക്കുന്ന, വിജയത്തിന്റെ ചില പേപ്പറുകൾ കയ്യിൽ കൊടുക്കുന്ന ഈശോ കാണിച്ചത്. നിങ്ങൾ ക്ലെയിം ചെയ്യുക. കാരണം എനിക്ക് എന്തിന്റെ വിജയമാണെന്ന് അറിയില്ല. വിജയത്തിന്റെ ചില സർട്ടിഫിക്കറ്റുകൾ ഈശോ കയ്യിൽ കൊടുക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. അത് ചേർത്ത് നിങ്ങൾ ഏറ്റെടുക്കുക. ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ നന്ദി പറയുന്നു. കർത്താവെ നന്ദി പറയുന്നു. ഈശോ, ഒരു ലോറി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് എടുത്തു കാണിക്കുന്നു. ഈശോ ആ മേഖലയെ അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഷോൾഡർ പെയിൻ ഈശോ സൗഖ്യപ്പെടുത്തുന്നു. ഈശോ, ഒരു വ്യക്തിയുടെ ഓപ്പറേഷനിലൂടെ കൂടിച്ചേരാത്ത ഒരു എല്ലിനെ കൂട്ടിച്ചേർക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ നന്ദി പറയുന്നു. ഈശോ ആരാധിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ലീല എന്ന് പറയുന്ന വ്യക്തി ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. ഈശോയെ, മോനിക്ക എന്ന് പറയുന്ന വ്യക്തി ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. കർത്താവ് നിതീഷ് ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. കർത്താവെ, കരുണ കാണിക്കണ കർത്താവെ, കരുണ കാണിക്കണ കർത്താവെ, കരുണ കാണിക്കണം. മോഹനൻ ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. ഈശോയെ നന്ദി പറയും, നന്ദി പറയുന്നു. കർത്താവെ, കരുണ കാണിക്കണ കർത്താവ്. ഈ
മക്കൾക്കെല്ലാം വലിയ സൗഖ്യങ്ങൾ, ഇവരുടെ ജീവിതത്തിലെ നിയോഗങ്ങളുടെ മേല് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഞാൻ തന്നെ നിന്നോട് കൂടെ വരും, നിനക്ക് ആശ്വാസം പകരുന്ന അരുളി ചെയ്ത കർത്താവേ, വലിയ സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവേ, മഹത്വം, 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 മഹത്വം. ഈശോയേ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, തിരുവചനത്തിന്റെ വലിയ സംരക്ഷണം, വലിയ ഡെലിവറൻസ്, വലിയ സൗഖ്യങ്ങൾ, വലിയ പ്രൊട്ടക്ഷൻ, വലിയ ശുദ്ധീകരണം എല്ലാം എല്ലാ മക്കൾക്കും ഉണ്ടാവട്ടെ കർത്താവേ. സ്തുതിക്കുന്നു ഈശോയെ, നന്ദി പറയുന്നു ഈശോയെ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നന്ദി, നന്ദി, നന്ദി. എല്ലാവരും കൂടി ശാന്തമായിരിക്കും. എല്ലാ ഭാരങ്ങളും ഈശോയുടെ പക്കലേക്ക് എടുത്തു വെക്കും, ഈശോയിലേക്ക് ഉറ്റുനോക്കും. എന്റെ കർത്താവേ, നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈശോയെ. എന്റെ കുടുംബത്തിൽ നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈശോ. നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ ഈശോയോ, സർവ്വതും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ, എന്നെ കൈവിടരുതേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കും. എന്നെ കൈവിടല്ലേ ഈശോയെ, തള്ളിക്കളയല്ലേ ഈശോയെ. ഈശോയെ, എന്നെ കൈവിടല്ലേ അപ്പ. ബലഹീനതകളെല്ലാം ഏറ്റെടുക്കണേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു. കർത്താവെ, എന്റെ എല്ലാ ബലഹീനതകളും, ഇപ്പോഴത്തെ എന്റെ അവസ്ഥയെ കർത്താവെ നീ കാണണേ അപ്പ. കർത്താവെ, നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയെ, നിന്റെ നാമത്തിന്റെ ശക്തി വെളിപ്പെടുത്തണേ ഈശോ, നിന്റെ നാമത്തിന്റെ ശക്തി വെളിപ്പെടുത്തണേ കർത്താവ്. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അപ്പ. ഈ കുടുംബങ്ങളിലേക്ക് ഈശോയുടെ ശക്തി വ്യാപരിക്കട്ടെ. ഒരു മിനിറ്റ് നിശബ്ദമായി ഈശോയുടെ മുമ്പിലിരിക്കാം. പക്ഷെ എന്തെങ്കിലും നമ്മളോട് പറയുന്നുണ്ടോ എന്ന് നമുക്ക് കേൾക്കാം. കൈനീട്ടി ഈശോ നമ്മളെ തൊടുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഈശോ നോക്കുന്നുണ്ട്. അടുത്തായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഈശോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈശോയെ, ഞങ്ങളൊക്കെ നിന്റേതാണ് ഈശോയെ. നീ ഞങ്ങളുടെ സ്വന്തമാണെന്നൊരു അനുഭവം ഞങ്ങൾക്ക് തരണേ ഈശോയെ. ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ ഈശോ. എല്ലാ നിസ്സഹായ അവസ്ഥകളും, കണ്ണുനീരുകളുണ്ട് ഈശോയെ ഒത്തിരി മക്കൾക്ക്. കർത്താവേ, ഒന്ന് ചേർത്ത് പിടിക്കണം ഈശോയെ. ഒത്തിരി ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന മക്കളുണ്ട് ഈശോയെ. കർത്താവെ, മുമ്പിൽ അവതരിക്കണേ എന്നുള്ളൊരുക്കി പ്രാർത്ഥിക്കും. ജീവിതം മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അവനെ ആരാധിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കേണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കേണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവന്റെ ജീവനാമീശോ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവന്റെ ജീവനാമീശോ.
എന്നെ ഇരുത്തേണമേ. രാജാധിരാജൻ കാലിത്തൊഴുത്തിൽ മനുജനായി തീർന്നതിൻ രഹസ്യമെന്തേ? പാപീദാസന് പാധേയമാകാൻ തിരുവോസ്തിയായതിൻ രഹസ്യമെന്തേ? രാജാധിരാജൻ കാലിത്തൊഴുത്തിൽ മനുജനായി തീർന്നതിൻ രഹസ്യമെന്തേ? പാപീദാസന് പാധേയമാകാൻ തിരുവോസ്തിയായതിൻ രഹസ്യമെന്തേ? അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം, സ്നേഹം സ്നേഹം സ്നേഹമെന്ന്. അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം, സ്നേഹം സ്നേഹം സ്നേഹമെന്ന്. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട ആൻമരിയ സിസ്റ്ററിന് ഈശോയുടെ നാമത്തിൽ നന്ദി പറയുകയാണ്. നമുക്കെല്ലാവർക്കും വേണ്ടി വചനം പ്രഘോഷിക്കുകയും ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്ത ഈ ശുശ്രൂഷയെ ഓർത്ത്, അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ആൻമരിയ സിസ്റ്ററിനെ ഒരുക്കിയതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മൾ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സൂമിൽ നിന്ന് ലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ മാസത്തെ ശുശ്രൂഷയിൽ നമ്മൾ അറിയിച്ചിരുന്നത് പോലെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരു കോർ ഗ്രൂപ്പ് ഫോം ചെയ്ത് നമ്മൾ പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട സിസ്റ്ററിന് വേണ്ടിയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് സഹായിക്കുക എന്നുള്ളതാണ് ആ കോർ ഗ്രൂപ്പിന്റെ ഉദ്ദേശം. ധാരാളം ആളുകൾ കഴിഞ്ഞ മാസ ശുശ്രൂഷയ്ക്ക് ശേഷം ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗ്രൂപ്പിൽ അംഗമായിട്ട് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ, ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ